blessing last time, and whatever the Lord has put in his heart, he will share. Why don't we put our hands together and welcome Pastor Nicholas and Angel as well to come forward to help in translation as well. Thank you. Come on, put a hand together. Even though we are few, it's good to encourage the servants of God. Praise the Lord. Thank you, Pastor Cherry Pastor. Thank you, TV Pastor, and all of you. Have a good morning. Okay, thank you. You can come to the Word of God. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പേ പാസ്റ്റർ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ശുശ്രൂഷിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. വെളിപ്പാട് പുസ്തകം പുതിയ നിയമത്തിലെ വ്യാഖ്യാനിക്കാനും പഠിപ്പിക്കാനും ഒക്കെ വളരെ ടഫായിട്ടുള്ളൊരു പുസ്തകമാണ്. പലരും അതുകൊണ്ടത് വിട്ടുകളയാറുണ്ട്. പാസ്റ്റർ ആദ്യം എന്നോട് പറഞ്ഞപ്പോൾ ഞാനും അത് എന്താ വേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഒരാഴ്ചത്തെ സമയം ഞാൻ പാസ്റ്ററോട് ചോദിച്ചു. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എല്ലാം ചെയ്യുന്നത്, നമ്മുടെ കഴിവിലോ നമ്മുടെ അറിവിലോ ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ അത് സ്വീകരിക്കാനായിട്ട് ഞാൻ ഇടവന്നു. വരുന്ന 2-3 ആഴ്ചകൾ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ ഒന്നിച്ച് ചിന്തിക്കാനായിട്ട് ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. ദൈവം നമ്മെ ഒന്നിച്ച് അനുഗ്രഹിക്കട്ടെ. Last week, a few weeks back, Pastor asked me to share from Revelations. So it's, as you know, it's a bit difficult to study the Revelation. So I was thinking about it for a few weeks, and as Pastor asked, I agreed to take a few weeks lessons on Revelation. So this week we'll start on the book of Revelations with the grace of God. കഴിഞ്ഞ ആഴ്ചയിൽ പാസ്റ്റർ പറഞ്ഞതുപോലെ പുതിയ നിയമത്തിൽ ഏക പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. പാസ്റ്റർ അതിൻ്റെ ആരംഭം കഴിഞ്ഞ ആഴ്ച കുറിച്ചിരുന്നു. പുതിയ നിയമത്തിൽ വേറെ പ്രവചന ഗ്രന്ഥങ്ങളൊന്നുമില്ല. പഴയ നിയമത്തിൽ മറ്റുള്ള, എന്നാൽ പുസ്തകത്തിൻ്റെ ബൈബിളിൻ്റെ ഏറ്റവും അവസാനത്തെ പുസ്തകമാണ്. ഈ വാക്കിൻ്റെ അർത്ഥം, വെളിപ്പാട് എന്ന വാക്കിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ റെവലേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഗ്രീക്കിൽ അതിന് കൊടുത്തിരിക്കുന്ന, പുസ്തകത്തിന് കൊടുത്തിരിക്കുന്ന പേര് അപ്പോക്കാലിപ്സ് എന്നാണ്. That means unveiling or uncovering. Revelation is the only prophetic book in the New Testament, and it's also the last book in the New Testament as well as in the Bible. So when we look to the word revelation, its original word Hebrew, it means apocalypso. It means unveiling or unfolding. വെളിപാട് പുസ്തകത്തിന്റെ ഘടന അങ്ങനെ തന്നെയാണ്. ഒരു നാടകം അൺവെയിലിംഗ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അക്കാലത്ത് അവരുടെ പാരമ്പര്യത്തിലൊക്കെ, അവരുടെ കൾച്ചറിൽ രംഗസ്ഥലങ്ങളിൽ നാടകം അവതരിപ്പിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലും പഴയ കാലത്തൊക്കെ നാടകങ്ങളുണ്ടായിരുന്നു. ആ നാടകം അവതരിപ്പിക്കുന്നത് പല രംഗങ്ങളായിട്ടാണ്. ഒരു രംഗം കഴിയുമ്പോൾ കർട്ടൻ വീഴും, വീണ്ടും അടുത്ത രംഗമാകുമ്പോഴേക്കും തിരശ്ശീല മാറ്റും, അടുത്ത രംഗം പ്രദർശിപ്പിക്കും. അതേ രീതിയിൽ തന്നെയാണ് വെളിപാട് പുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന് വരാനിരിക്കുന്ന സംഭവങ്ങളുടെ ഒരു ക്രമം കാണിച്ചു കൊടുക്കുന്നത്. So we know in how a drama is displayed on a stage. So after each scene, the curtain moves off and then the new scene comes. In the same way, God is revealing to John what are the things yet to come. So face by face is revealing it to John. ചിലപ്പോൾ അത് നാടകങ്ങളിൽ നമുക്കറിയാം, ചിലപ്പോൾ അത് ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണിക്കും. കുറച്ച് രംഗങ്ങൾ കാണിച്ചതിന് ശേഷം പിന്നെ കാണിക്കുന്നതിൻ്റെ പുറകിൽ വളരെ മുമ്പുള്ള ഒരു രംഗമായിരിക്കും. അങ്ങനെ ഫ്ലാഷ് ബാക്കായിട്ടും ഒക്കെയും ഈ പ്രവചനങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് ക്രമമായിട്ടല്ല എഴുതിയിരിക്കുന്നത്. ബൈബിൾ തന്നെ എഴുതിയിരിക്കുന്ന ക്രമമായിട്ടല്ല. ക്രമമായിട്ട് എഴുതുകയാണെങ്കിൽ ഉൽപ്പത്തിക്ക് മുമ്പേ വരേണ്ട എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായമാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ എഴുതപ്പെട്ട ബൈബിളിൻ്റെ ചരിത്രം തുടങ്ങുന്നത്. എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായത്തിലാണ്. അവിടെയാണ് സാത്താൻ, അല്ലെങ്കിൽ സ്തോത്രം, ലൂസിഫർ ആയിരുന്ന, അല്ലെങ്കിൽ പ്രഭാത നക്ഷത്രമായിരുന്ന ദൈവത്തിൻ്റെ ദൂതസംഘത്തിൻ്റെ തലവനായിരുന്ന ലൂസിഫറിൻ്റെ വീഴ്ച അവിടെയാണ് പറയുന്നത്. അവിടെ തൊട്ടാണ് പുസ്തകം ആരംഭിക്കേണ്ടത്. എന്നാൽ പുസ്തകത്തിന് ദൈവം എഴുതിയപ്പോൾ നമുക്ക് ക്രമമായിട്ട് വായിച്ചു പോകുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് പുസ്തകത്തിൽ പ്രവചനങ്ങളിലെല്ലാം പലപ്പോഴും ക്രമം മാറി മാറിയാണ് കിടക്കുന്നത്. നാം അത് കണ്ടുപിടിക്കേണ്ടതാണ്.
So sometimes when we look to the Bible, we can see that everything is not written in order. So if we look before Genesis, the first chapter that should come should be Ezekiel 28. That's where it talks about the creation. But same way in the prophetic books as well, sometimes it's not written in order. So പലപ്പോഴും നാം നോക്കിയാൽ ചില സംഭവങ്ങൾ, ബൈബിളിലെ ചില സംഭവങ്ങൾ നോക്കിയാൽ ഒരേ അധ്യായത്തിൽ തന്നെ പ്രവചനങ്ങളിൽ ആയിരക്കണക്കിന് വർഷം വ്യത്യാസമുള്ള സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു വാക്യം കഴിഞ്ഞിട്ട് അടുത്ത വാക്യം എഴുതിയിരിക്കുന്ന ചിലപ്പോൾ ആയിരം കണക്കിന് വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കേണ്ട കാര്യങ്ങളായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് പ്രവചനം നാം ബൈബിൾ ആകമാനം പഠിച്ചില്ല എങ്കിൽ നമുക്ക് പ്രവചനങ്ങൾ പഠിക്കുമ്പോൾ അത് തെറ്റിപ്പോകാനായിട്ട് ഇടയുണ്ട്. So there can be like a gap of 1,000 years between one verse and next verse. So if we don't really dig deep into the word of God and study it, sometimes we can miss things because there can be years of gap between the verses. So we have to really dig deeper into the word of God to understand what is the order or the order in which it's written. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് സഹായിക്കാമോ? മാത്യു 24:1-3. Matthew 24:1-3. Then Jesus went out and departed from the temple, and his disciples came up to show him the buildings of the temple. And Jesus said to them, Do you not see all these things? Assuredly I say to you, not one stone shall be left here upon another that shall not be thrown down. Now as he sat on the Mount of Olives, the disciples came to him privately, saying, Tell us, when will these things be? And what will be the sign of your coming and at the end of the age? ഇവിടെ സംഭവം, കർത്താവ് ദേവാലയത്തിൽ, ആ സമയത്തുണ്ടായിരുന്ന ദേവാലയം ശലോമോന്റെ ദേവാലയമല്ല, അതിനുശേഷം ഹെരോദാവ് ആ ദേവാലയത്തിൽ കുറെ വർഷങ്ങളെടുത്ത് യഹൂദരുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി വർഷങ്ങളെടുത്ത് താൻ ആ ദേവാലയം പുതുക്കി പണിതുകൊണ്ടിരുന്ന സമയമാണത്. അതിന്റെ പണി ഏകദേശം പൂർത്തീകരിക്കപ്പെട്ട സമയമാണ് ഈ കർത്താവ് ചെല്ലുന്ന സമയം. അപ്പോൾ ശിഷ്യന്മാർ കർത്താവിനെ കൊണ്ടുവന്ന് കാണിക്കുക, എത്ര മനോഹരമായിട്ടാണ് ഈ ദേവാലയം ആയിരിക്കുന്നത് എന്നൊക്കെ കർത്താവിനെ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ കർത്താവിടെ 2-ാം വാക്യത്തിൽ പറയുന്നത്, ഇതെല്ലാം കാണുന്നില്ല, ഇടിഞ്ഞു പോകാത്ത കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പൊ കർത്താവ് ഒരു പ്രവചനം പറയുക, നിങ്ങളിത് കാണുന്നില്ലേ, പക്ഷെ ഇതിന്റെ മേൽ ഒരു കല്ലിന്റെ മേൽ കല്ല് ശേഷിക്കാതെ ഒന്നുപോലെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഈ പ്രവചനം അത് പ്രവചനമാണെന്ന് അപ്പോസ്തലന്മാർക്ക് മനസ്സിലായി, അവർക്ക് എപ്പോഴാണെന്ന് മനസ്സിലായില്ല. അപ്പൊ 3-ാം വാക്യത്തിൽ കർത്താവ് ശിഷ്യന്മാരും തന്നെ ഇരിക്കുമ്പോൾ കർത്താവിനോട് അവർ ചോദിക്കുന്ന കാര്യമാണത്. അത് ചോദിക്കുന്ന അതെപ്പോൾ സംഭവിക്കും, നിന്റെ വരവിന് ലോകാവസാനത്തിനും അടയാളം പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. ഇത് 3 സംഭവങ്ങളാണ്. അതെപ്പോൾ സംഭവിക്കും, അതായത് ഈ ദേവാലയം എപ്പോഴാണ് തകർക്കപ്പെടുന്നത്? കർത്താവ് പറഞ്ഞ ദേവാലയത്തിന്റെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ദേവാലയം തകർക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. അപ്പൊ അവര് ചോദിക്കുന്നത് അതെപ്പോ സംഭവിക്കും? 2-ാമത്തെ കാര്യം നിന്റെ വരവ് എപ്പോഴാണ്? 3-ാമത്തെ കാര്യം ലോകാവസാനം എപ്പോഴാണ്? ഈ 3 സംഭവങ്ങളെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത്. കർത്താവ് ഈ 24-25 അധ്യായങ്ങളിൽ ഈ 3 സംഭവങ്ങളുടെ ക്രമം പറയുന്നു. അപ്പോൾ ഈ 24-25 അധ്യായങ്ങൾ എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഈ ദേവാലയം എപ്പോൾ തകർക്കപ്പെടും അത് കർത്താവ് പറഞ്ഞു, ആ സംഭവം കഴിഞ്ഞു. അതിന്റെ കർത്താവ് പറഞ്ഞ സംഭവം നമ്മളിപ്പോൾ അതിലേക്ക് കടന്നു പോകുന്നില്ല. എന്നാൽ ആ സംഭവം കഴിഞ്ഞു, ദേവാലയം തകർക്കപ്പെട്ടു. കർത്താവിന്റെ വരവ്, നിന്റെ വരവ് എപ്പോൾ, അത് ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പൊ 2000 കൊല്ലം കഴിഞ്ഞു. അപ്പം 2 അധ്യായങ്ങൾ നോക്കിയാൽ, മത്തായി സുവിശേഷം 24-25 അധ്യായങ്ങൾ, 2 അധ്യായങ്ങൾ നോക്കിയാൽ ഒരു സംഭവം കഴിഞ്ഞു. 2000 കൊല്ലം കഴിഞ്ഞിട്ട് 2-ാമത്തെ സംഭവം നടന്നിട്ടില്ല. 3-ാമത്തെ സംഭവം ലോകാവസാനം, കർത്താവിന്റെ വരവ് ഇതുവരെ നടന്നിട്ടില്ല. ദേവാലയം തകർക്കപ്പെട്ടു, വരവ് നടന്നിട്ടില്ല. 2-ാമത്തെ സംഭവം നിന്റെ വരവ് എപ്പോൾ, 3-ാമത്തേത് ലോകാവസാനം എപ്പോഴാണ്? കർത്താവിന്റെ വരവും കഴിഞ്ഞ് പിന്നെ ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞിട്ടാണ് ലോകാവസാനം. അപ്പൊ ഈ 3 സംഭവങ്ങളും ആയിരക്കണക്കിന് വർഷം ഡിഫറൻസിലാണ്. എന്നാൽ കർത്താവ് 2 അധ്യായം കൊണ്ട് അത് പറഞ്ഞിട്ടുണ്ട്. So when we look here, the disciples are showing the temple of God in Jerusalem. This temple is not the temple that was built by Solomon, but this is the temple that was built by Herod to
to get the favor of the Jews. So the disciples are showing Jesus, see how beautiful the temple is. At that time, Jesus is saying that this temple will be destroyed, not with a stone upon a stone. That time, the next verse, we can see that the disciples, when the disciples and Jesus is sitting together privately, they're asking, tell Lord Jesus when these things will happen. So there are three things they're asking. When will the temple be destroyed? What will be the sign of your coming? And what will be the sign of the end of the age? So these are three prophetic things that are yet to come in their time. But when we look now, we can see that the first thing, that is the destruction of the temple, has already happened. But the other two things, the sign of the coming of God and the end of age, hasn't happened yet. So after the destruction of the temple, there has been 2,000 years has already passed now. So we can see that there is few years or thousands or 10,000s of years of gap between each of these things. So after the destruction of the temple, there's like 2,000 years yet, and still the Lord hasn't come. And after the coming of the Lord, there is 1,000 years gap for the end of the age. So between each verse itself, there can be like huge years of gap. ഇപ്പൊ പ്രവചന പുസ്തകങ്ങൾ അങ്ങനെയാണ്. അത് പലപ്പോഴും ഈ രണ്ട് അധ്യായങ്ങൾ, മത്തായി സുവിശേഷത്തിന്റെ രണ്ട് അധ്യായങ്ങൾ പലരും വ്യാഖ്യാനിച്ചിട്ട് അവർ തന്നെ ബുദ്ധിമുട്ടുന്നുണ്ട് പലപ്പോഴും. അത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവര് ഇത് മൂന്നും കൂടെ ഒന്നിച്ച് പറഞ്ഞിട്ട് ഇതിന്റെ മൂന്നിന്റെ സംഭവങ്ങൾ, ഈ മൂന്ന് സംഭവങ്ങളും ആയിരക്കണക്കിന് വർഷങ്ങൾ വ്യത്യാസത്തിൽ സംഭവിക്കേണ്ടതാണ്. ഇത് മൂന്നും കൂടെ ഒന്നിച്ചെടുത്തിട്ട് പറഞ്ഞിട്ട് ഇത് ലാസ്റ്റ് എങ്ങും കൊണ്ട് എത്തിക്കാൻ പറ്റാതെ വരും. ഇത് കൂട്ടിമുട്ടിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് മൂന്ന് സംഭവങ്ങൾ വേർതിരിച്ച് നാം പഠിച്ചെങ്കിലേ അത് മനസ്സിലാകുകയുള്ളൂ. അതുപോലെ തന്നെയാണ് പ്രവചനങ്ങളിലെ ഓരോ പ്രവചനങ്ങളും നാം പഠിക്കേണ്ടത്. So when we look, we can see that these three are different things. So whenever we try to learn about the prophetic things, we have to take it deeply and study it rather than mixing it all up together. If we mix it up all together, we can get confused. So we have to separate each one and learn it in deep. വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് മുഴുവൻ പ്രവചനമാണ്. ഈ പ്രവചനങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ഈ എല്ലാ ഈ വെളിപ്പാട് പുസ്തകത്തിലെ എല്ലാ അധ്യായങ്ങളുടെയും എല്ലാ വാക്യങ്ങളിലേക്കും ഇറങ്ങിപ്പോയി നമുക്ക് പഠിക്കാനുള്ള സമയമില്ല. എന്നാൽ വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് മൊത്തത്തിലൊരു ഔട്ട്ലുക്ക് അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈനും, ഈ വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുകയാണെങ്കിൽ, നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ തന്നെ അത് പഠിക്കാം, അത് തുറക്കാനുള്ള ചില കീസ്, ഇതുമാണ് ഞാൻ നിങ്ങളോട് ഈ ചുരുങ്ങിയ ദിവസങ്ങളുണ്ട്, നമുക്കധികം ദിവസം ഇല്ലാത്തതുകൊണ്ട്, ഒത്തിരി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ പഠിക്കത്തക്ക രീതിയിലേക്കുള്ള താക്കോലുകൾ മാത്രം ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കും. So we can see it's difficult with a short time. It's difficult to go verse by verse and learn about each verse in Revelation. So I will share with you the keys so that you will be able to, when you start reading the book of Revelation, you will be able to read it by yourself and understand it by yourself. പ്രവചനങ്ങൾ നാം പഠിക്കുമ്പോൾ ഒരു പ്രവചനത്തിന് 3 തലത്തിലുള്ള നിവൃത്തിയുണ്ട്. അതായത് ഒരു പ്രവചനം, അതിന് മലയാളത്തിൽ ഇങ്ങനെയാണ്: അംശ നിവൃത്തി, ആത്മ നിവൃത്തി, പൂർണ്ണ നിവൃത്തി. ഇങ്ങനെ 3 നിവൃത്തികൾ ഒരു പ്രവചനത്തിനുണ്ടാകും. അതായത് പാർഷ്യൽ ഫുൾഫിൽമെന്റ്, സ്പിരിച്വൽ ഫുൾഫിൽമെന്റ്, കംപ്ലീറ്റ് ആൻഡ് ലിറ്ററൽ ഫുൾഫിൽമെന്റ്. So there are 3 fulfillments for the prophetic. So one is the partial fulfillment, second one is the spiritual fulfillment, and third one is the complete fulfillment. So these are the different ways a prophecy can be fulfilled. അംശനിവൃത്തി എന്ന് പറയുന്നത് ആ എഴുതുന്ന സമയത്ത് തന്നെ, അത് എഴുതിയിരിക്കുന്ന സമയത്തോ അതിനോട് ചേർന്ന സമയങ്ങളിലോ അതിന്റെ പാർഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഭാഗികമായിട്ടുള്ള ഒരു നിവൃത്തീകരണം നടക്കും. അതാണ് അംശനിവൃത്തി എന്ന് പറയുന്നത്. So partial fulfillment is that near to the time when that prophecy is spoken, things will happen partially concerning that prophecy. So it will not happen fully, but partially it will happen. ആത്മനിവൃത്തി എന്ന് പറയുന്ന ആത്മമണ്ഡലത്തിൽ എല്ലാ കാലത്തേക്കും ബാധകമാണ്. അത് ആത്മീയമായിട്ട് നാം വേർതിരിക്കുകയും ആത്മമണ്ഡലത്തിൽ മാത്രം ബന്ധിക്കുന്നതുമാണ്. So spiritual fulfillment is something that is related to the spirit realm. So it will sustain in the spirit realm forever. So it's not related to the physical realm. പൂർണ്ണ നിവൃത്തി എന്ന് പറയുന്നത് അത് പൂർണ്ണമായിട്ട് എഴുതിയിരിക്കുന്ന വാക്യം പ്രതി വാക്യമായിട്ട് തന്നെ ലിറ്ററലായിട്ട് അത് വെളിപ്പെടും. അതിനൊരു സമയമുണ്ട്. അതാണ് പൂർണ്ണ നിവൃത്തി. അത് ഭാവിയിൽ എപ്പോൾ വേണമെങ്കിലും ആകാം. നാം വിചാരിക്കും ഇതുവരെ നടന്നിട്ടില്ലല്ലോ, ഇപ്പൊ കർത്താവിന്റെ വരവിനെ കുറിച്ചാണെങ്കിൽ ഇതുവരെ നടന്നിട്ടില്ലല്ലോ. അത് എപ്പോൾ വേണമെങ്കിലും ആകാം. അതിനൊരു പൂർണ്ണ നിവൃത്തി, പ്രവചനങ്ങൾക്കെല്ലാം ഒരു പൂർണ്ണമായ നിവൃത്തിയുമുണ്ട്.
So for prophecy, there is a complete fulfillment as well. So complete fulfillment happens when it happens verse by verse. Each word that is spoken will happen verse by verse in its time. So that is the complete fulfillment of a prophecy. ഒരു ഉദാഹരണം ഞാൻ പറയാം, നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഉദാഹരണം പറയാം. മത്തായി സുവിശേഷം മാത്യു ചാപ്റ്റർ 19 വേഴ്സ് 28. Matthew chapter 19 verse 28. Matthew chapter 19 verse 28. So Jesus said to them, assuredly I say to you that in the regeneration, when the Son of Man sits on the throne of his glory, you who have followed me will also sit on 12 thrones, judging the 12 tribes of Israel. ഇത് അപ്പോസ്തലന്മാര് കർത്താവിനോട് ചോദിക്കുക, ഞങ്ങൾ നിന്നെ എല്ലാം വിട്ട് നിന്റെ പുറകെ വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് എന്നാ കിട്ടും? അങ്ങനെ ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്ന മറുപടിയാണ് യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനങ്ങളിൽ ഇരുന്ന ഇസ്രായേൽ ഗോത്രം 12-നെ ന്യായം വിധിക്കും. കർത്താവിന്റെ അപ്പോസ്തലന്മാരുള്ള ഒരു പ്രവചനമായി, കർത്താവിന്റെ വാഗുകൊണ്ട് തന്നെ പറഞ്ഞ പ്രവചനമാണ്. അത് ഇതുവരെ നിവൃത്തിയായിട്ടില്ല, അവരുടെ കാലത്ത് നിവൃത്തിയായിട്ടില്ല. അപ്പൊ അവർക്ക് കർത്താവ് കൊടുത്ത ഒരു പ്രവചനമാണ് ഇത്. യോഹന്നാന്റെ വെളിപാട് പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ ഇതിന്റെ നിവർത്തീകരണം നമുക്ക് കാണാം. നിവർത്തീകരണം എന്ന് പറയാം, അംശനിവൃത്തിയും ആത്മനിവൃത്തിയും കാണാം. പൂർണ്ണ നിവൃത്തി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഒരു വാക്യം കൂടെ വായിക്കാം. റെവലേഷൻ ചാപ്റ്റർ 4 വേഴ്സ് 4. Revelation chapter 4 verse 4. Around the throne were 24 thrones, and on the thrones I saw 24 elders sitting, clothed in white robes, and they had crowns of gold on their heads. ഇവിടെ യോഹന്നാൻ തന്നെയാണ് ഈ ദൃശ്യം കാണുന്നത്. ഒരു വാക്യം കൂടെ വായിക്കാം. വേഴ്സ് 4:10. Revelation 4:10. The 24 elders fall down before him who sits on the throne and worship him who lives forever and ever, and cast their crowns before the throne, saying. ഇവിടെ അപ്പോസ്തലനായ യോഹന്നാൻ ഈ ദർശനം കാണുക, അതായത് സ്വർഗത്തിൽ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായവും 4-ാം അധ്യായവും 5-ാം അധ്യായം, 3 4 5 അധ്യായങ്ങൾ യൂണിവേഴ്സൽ വർഷിപ്പ് അല്ലെങ്കിൽ സ്വർഗീയ ആരാധന, സാർവലൗകികമായ ആരാധനയുടെ ഒരു ദൃശ്യം ആത്മമണ്ഡലത്തിൽ യോഹന്നാനെ പരിശുദ്ധാത്മ കർത്താവ് യേശുക്രിസ്തു കാണിക്കുന്ന രംഗമാണിത്. സ്വർഗത്തിൽ നടക്കുന്ന ആരാധന അല്ലെങ്കിൽ ഇപ്പോൾ സ്വർഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സ്വർഗീയ ആരാധനയുടെ ഒരു ദൃശ്യമാണ് അപ്പോസ്തലനായ യോഹന്നാനെ കാണിക്കുന്നത്. അവിടെ 24 മൂപ്പന്മാർ സിംഹാസനങ്ങൾ ഇരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക. ഈ 24 മൂപ്പന്മാരെന്ന് പറയുന്നത് പഴയ നിയമത്തിലെ 12 ഗോത്രപിതാക്കന്മാരും പുതിയ നിയമത്തിലെ 12 അപ്പോസ്തലന്മാരുമാണ്. ആത്മീയമായി പറഞ്ഞാൽ പഴയ നിയമ പുതിയ നിയമ സഭ മുഴുവനും അവിടെ ഉണ്ട്. അപ്പം യോഹന്നാൻ ഈ 24 മൂപ്പന്മാരിൽ ഒരാൾ യോഹന്നാനാണ്. സ്വർഗത്തിൽ സിംഹാസനത്തിൽ കുഞ്ഞാടിന്റെ മുമ്പിൽ ആരാധിക്കാൻ ഇരിക്കുന്ന, സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരിൽ ഒരാൾ യോഹന്നാനാണ്. എന്നാൽ അതേസമയം യോഹന്നാൻ പത്മോസ് ദ്വീപിൽ തടവുകാരനാക്കി നാടുകടത്തപ്പെട്ട് പത്മോസ് ദ്വീപിലായിരുന്നാണ് താൻ ഈ ദർശനം കാണുന്നത്. അപ്പോൾ നോക്കുക, യോഹന്നാൻ ഭൂമിയിലായിരിക്കുന്നു. സ്വർഗത്തിലെ ആരാധന കാണുമ്പോൾ അവിടെ യോഹന്നാൻ സിംഹാസനത്തിൽ ഇരിക്കുക. അപ്പോ ഇത് ആ പ്രവചനത്തിന്റെ കർത്താവ് പറഞ്ഞു, ഞാൻ ഇസ്രായേലിനെ ഭരിക്കാൻ വരുമ്പോൾ നിങ്ങളും എന്നോടൊപ്പം 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഭരിക്കും. ഇപ്പൊ യോഹന്നാൻ സ്വർഗത്തിൽ 24-ൽ ഒരു സിംഹാസനത്തിൽ യോഹന്നാൻ ഇരിക്കുക. അപ്പൊ അതിന്റെ പാർഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ അംശനിവൃത്തിയാണ് അവിടെ കാണുന്നത്. മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. So when we look, the disciples are asking Jesus, what will, because we are going through all this, what will our prophet be? So that time Jesus is saying that when I come to rule Israel back again, you 12 will be along with me to rule the Israel. So at that time it was a prophecy that was told to the disciples, but it didn't happen. When we look to Revelation 4:4, when John was in the island of Patmos, he's seeing a vision where the 24 elders are sitting on the throne around Jesus and they're worshiping Jesus. So John is seeing a vision at that time. That time John is still in the island of Patmos, but in spirit realm he's seeing that he's in the heavens worshiping Jesus. So that is a spiritual fulfillment or a partial fulfillment of that prophecy. But still in the physical realm, John is still
on the island of Patmos. So that's how a prophecy is. So it hasn't happened completely yet, but the partial or the spiritual fulfillment of that prophecy, സ്പിരിച്വൽ പാർഷ്യൽ. partial fulfillment of that prophecy has happened. അപ്പോൾ പാർഷ്യൽ ഫുൾഫിൽമെന്റ് യോഹന്നാൻ അവിടെ കണ്ടു. ഇനി സ്പിരിച്വൽ ഫുൾഫിൽമെന്റ് ഇപ്പൊ യോഹന്നാൻ മരിച്ചു. യോഹന്നാൻ മരിച്ചപ്പോൾ ആത്മാവിൽ യോഹന്നാൻ സ്വർഗത്തിലായിരിക്കാം, ശരീരം പോയിട്ടില്ല. ശരീരം കർത്താവിന്റെ വരവിൽ തേജസ്കരിക്കപ്പെടുമ്പോഴേ ശരീരം പോകത്തുള്ളൂ. ഇപ്പോൾ ആത്മാവിൽ യോഹന്നാൻ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ട്. അത് ആത്മനിവർത്തി അല്ലെങ്കിൽ സ്പിരിച്വൽ ഫുൾഫിൽമെന്റ് ആണ് അത്. ഇപ്പോൾ യോഹന്നാൻ അവിടെയാണ്. നാം ഈ പുസ്തകം എഴുതുമ്പോൾ യോഹന്നാൻ ഭൂമിയിലാണ്, എന്നാൽ താൻ സ്വർഗത്തിലിരിക്കുന്നത് താൻ കാണുക. എഫേസ്യ ലേഖനമൊക്കെ നാം വായിക്കുമ്പോൾ അറിയാം, രക്ഷിക്കപ്പെട്ടവരെല്ലാവരും നാം രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവ്, നമ്മുടെ ജീവൻ, എഫേസ്യർ 2:6 അതാണ് പറയുന്നത്. ചാപ്റ്റർ 2 വേഴ്സ് 6 പറയുന്നത്, ക്രിസ്തു യേശുവിൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. നമ്മളെ എല്ലാവരെയും സ്വർഗത്തിൽ, യഥാർത്ഥത്തിൽ ആത്മീയമായിട്ട് നാം ഇപ്പോൾ സ്വർഗത്തിലാണ്. അപ്പോൾ ആത്മീയമായിട്ടുള്ള നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് നടന്നു കഴിഞ്ഞു. അത് ആത്മനിവൃത്തി, അത് അംശനിവൃത്തിയാണ്. നമ്മുടെ ശരീരവും നമ്മുടെ പ്രാണനും ഇതുവരെ വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. അത് കർത്താവിന്റെ വരവിലാണ്. അതാണ് പൂർണ്ണ നിവൃത്തി. ഇതുപോലെ തന്നെ യോഹന്നാൻ ആദ്യം കാണുന്നത് തൻ്റെ അംശനിവൃത്തി കാണുകയാണ് താൻ ഭൂമിയിലായിരിക്കുമ്പോൾ. ഇപ്പോൾ യോഹന്നാൻ മരിച്ചപ്പോൾ യോഹന്നാന്റെ ആത്മാവ് സ്വർഗത്തിലാണ്. കർത്താവിന് സ്തോത്രം, ആരാധനയുടെ സ്ഥലത്ത്, സ്വർഗീയ ആരാധനയിൽ യോഹന്നാൻ അവിടെ ആയിരിക്കുകയാണ്. അതാണ് ആത്മനിവൃത്തി. So when this prophecy was spoken, John was in the island of Patmos and he is seeing the vision. That is the partial fulfillment. But after John has died, he was taken up to heaven and now he is in heaven glorifying the God. That is the spiritual fulfillment. But the complete fulfillment of that prophecy hasn't happened yet. ഇനി കർത്താവ് വരുമ്പോൾ 12 സിംഹാസനത്തിൽ യോഹന്നാൻ ഇരിക്കും. അതാണ് അതിന്റെ ലിറ്ററൽ ആയിട്ടുള്ള ഫുൾഫിൽമെന്റ് അവിടെയാണ്. അതായത് 1000 ആണ്ട് ഭരണത്തിൽ യെരുശലേം തലസ്ഥാനമാക്കി കർത്താവ് യേശുക്രിസ്തു രാജാവായി ഭരിക്കുമ്പോൾ അവിടെ യോഹന്നാനും 12 അപ്പോസ്തലന്മാരും അവിടെ സിംഹാസനങ്ങളിൽ കർത്താവിനോട് ചേർന്ന് ഭരിക്കും. അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. അതാണ് അതിന്റെ പൂർണ്ണ നിവൃത്തി. So the literal fulfillment of that prophecy or the complete fulfillment of that prophecy will happen only when Jesus comes back. So when Jesus comes back for the rule for the 1000-year reign, at that time John along with the 12 disciples will rule from Jerusalem. So that's when the complete fulfillment of that prophecy will happen. നാം പ്രവചനങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി വേണം പഠിക്കാൻ. ഇനി നാം ചിന്തിക്കാൻ പോകുന്നത് വെളിപാട് പുസ്തകത്തിൽ നടക്കേണ്ട, ആദ്യം നമ്മൾ അതിന്റെ ഔട്ട്ലൈൻ ഒന്ന് പഠിച്ചിട്ട് ആ ഔട്ട്ലൈനെ കുറിച്ചൊന്ന് ചിന്തിച്ചിട്ട് നാം അതിലേക്ക് അല്പം ഇറങ്ങുന്നതാണ്. നാം ആദ്യം നോക്കാൻ പോകുന്നത് ഉൽപ്പത്തിയിൽ നടക്കേണ്ട പ്രധാന സംഭവങ്ങൾ, അല്ലെങ്കിൽ ഉൽപ്പത്തിയിൽ ഇനി വെളിപാട് പുസ്തകത്തിൽ നടക്കേണ്ടതായ എല്ലാം വെളിപാട് പുസ്തകത്തിൽ നടക്കേണ്ടതെല്ലാം ഭാവിയിലേക്കുള്ളതാണ്. അതിൽ നടക്കേണ്ട പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് ഉൽപ്പത്തിയിലെ സർപ്പമായ സാത്താന്റെ തല തകർക്കുക എന്നുള്ളതാണ്. So now we got just an outlook of what is a prophecy like. So now we are going to learn from Revelation what is yet to happen, one by one what is yet to happen from the book of Revelations. ഒന്നാമത്തെ സംഭവം ഉൽപ്പത്തിയിലെ സർപ്പമായ സാത്താന്റെ തല തകർക്കുക എന്നുള്ളതാണ്. The first thing that is yet to happen is to destroy. The main thing that is yet to happen is to destroy the head of the serpent. Genesis chapter 3 verse 50. Genesis 3 verse 50. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്ക് ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും. And I will put enmity between you and the woman, and between your seed and her seed. He shall bruise your head, and you shall bruise his heel. സ്ത്രീയുടെ സന്തതിയായി ഭൂമിയിൽ ജനിച്ചത് യേശുക്രിസ്തു മാത്രമാണ്. So the only one who was born out of a woman is only the Lord Jesus Christ. എല്ലാ മനുഷ്യനും ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യനും സ്ത്രീയുടെയും പുരുഷന്റെയും കൂടെ സന്തതിയാണ്. സ്ത്രീയുടെ മാത്രം സന്തതിയായി ജനിച്ചവൻ യേശുക്രിസ്തു മാത്രമാണ്. അവൻ സാത്താന്റെ തല തകർക്കേണ്ടവനാണ്. ഒന്നാമത്തെ ഉൽപ്പത്തി പുസ്തകത്തിൽ അവനുള്ള വിധി ദൈവം പ്രഖ്യാപിച്ചു, നിന്റെ തല സ്ത്രീയുടെ സന്തതി തകർക്കും. വെളിപ്പാട് പുസ്തകത്തിൽ ആ സംഭവം നടക്കാൻ പോകുന്ന, അവന്റെ വിധി പ്രസ്താവിക്കപ്പെട്ട വിധിയെ നടത്തുന്ന സംഭവമാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ മുഖ്യമായിട്ടുള്ള അജണ്ട. So we can see in Genesis this verse
that the one born out of the women will destroy the head of the serpent. So the only one that is born out of the women is Lord Jesus Christ. Every other human being that was born on this earth was born of a man and a woman. So that thing is yet to happen. It was already declared what is going to happen to Satan, but the final judgment or the final persecution, the final thing, the Satan will be destroyed. What is going to happen? That the Satan will be destroyed. That is being declared in Revelation. രണ്ടാമത് വെളിപാട് പുസ്തകത്തിൽ നടക്കേണ്ട സംഭവം മനുഷ്യന്റെയും പ്രകൃതിയുടെയും വീണ്ടെടുപ്പാണ്. അതായത് ഒരു വാക്യം നമുക്ക് വായിക്കാം. റോമർ 8:19-21. Romans 8:19. For the earnest expectation of the creation eagerly waits for the revealing of the sons of God. 20:21. Because the 20. For the creation was subject to futility, not willingly, but because of him who subjected it in hope. Because the creation itself also will be delivered from the bondage of corruption into the glorious liberty of the children of God. ഇവിടെ പറയുന്ന സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അതായത് ഇത് ഉദ്ദേശിച്ചിരിക്കുന്ന റോമാലേഖനത്തിൽ അപ്പോസ്തലൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഇതാണ്. സൃഷ്ടി, അതായത് ഈ പ്രപഞ്ചം മുഴുവൻ, ഈ ഭൂമിയും ഈ പ്രപഞ്ചവും ഇതിലുള്ള സകല മൃഗങ്ങളും എല്ലാ ജീവജാലങ്ങളും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദൈവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം അത്രേ. അതായത് ഭൂമിയിൽ ആദാമ്യ ഭൂമി സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അതിലെ എല്ലാ മൃഗങ്ങളും സസ്യഭുക്കുകളായിരുന്നു. ഭൂമിയിൽ സകലവും മാംസം തന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 1:2, ജെനസിസ് ചാപ്റ്റർ 1:20. Genesis 1:20. Then God said, let the waters abound with an abundance of living creatures, and let birds fly above the earth across the face of the firmament of the heavens. Sorry. And to every beast of the earth, and to every bird of the heavens, and to everything that creeps on the earth, everything that has the breath of life, I have given every green plant for food. And it was so. അതായത് ഭൂമിയിൽ അതുവരെ അപ്പോൾ ആദാമ്യ ഭൂമിയിൽ മാംസഭുക്കുകളായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒന്നും മാംസം കഴിക്കുന്നതായിട്ടുണ്ടായിരുന്നില്ല. എല്ലാം സസ്യഭുക്കുകളായിരുന്നു. എന്നാൽ ആദാം പാപം ചെയ്തപ്പോഴാണ് മൃഗങ്ങളുടെ മുഴുവൻ സ്വഭാവം മാറി. അതുവരെ ഒരുപക്ഷെ ഈ കടുവായ്ക്കൊന്നും കോമ്പല്ല് കാണത്തില്ല. കാരണം മാംസഭുക്കുകൾക്ക് മാത്രമാണ് കോമ്പല്ലുള്ളത്. അതുമാത്രമോ മാംസം കടിച്ചു കയറി തിന്നാനായിട്ടാണ് കോമ്പൽ. അപ്പം ഇതിനു മുമ്പുണ്ടായിരുന്ന സകലവും സസ്യഭുക്കുകളായിരുന്നു. എല്ലാം സസ്യം മാത്രം ഭക്ഷിച്ചുകൊണ്ടാണ് ജീവിച്ചത്. അപ്പം ആദാം പാപം ചെയ്തപ്പോൾ വന്ന പാപത്തിന്റെ ഫലമായിട്ടാണ് മാംസഭുക്കുകളായി തീർന്നത്. അവരങ്ങനെയല്ല സൃഷ്ടിക്കപ്പെട്ടത്, അങ്ങനെയായി തീരുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം ജെനസിസ് 3:18 അവിടെ പറയുന്ന മുള്ളും പറക്കാരെയും, അതൊരു ശാപം, മുള്ളും പറക്കാരെയും ഞാൻ നിനക്കെതിരെ മുളപ്പിക്കും. Also in Genesis 3:18 we can see that thorns and thistles it shall bring forth for you, and you shall eat the plants of the field. ഇത് മാറിയിട്ട് ഈ ഭൂമിയും യഥാസ്ഥാനപ്പെട്ട ഇതാ ഇവിടെ പറയുന്ന സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ. ഈ മൃഗങ്ങൾക്കൊന്നും ഈ സസ്യഭുക്കായിട്ട് ഇത് തിന്നുന്ന ഇഷ്ടമല്ല. അതുകൊണ്ടാണ് മനുഷ്യനെ കാണുമ്പോൾ ഇതുങ്ങൾക്കെല്ലാം നമ്മളോട് ദേഷ്യം. കാരണം എല്ലാത്തിൻ്റെ സ്വഭാവം മാറിപ്പോയി. ഏദൻ തോട്ടത്തിൽ ആദാമിന് സബ്ജക്റ്റ് ആയിരുന്ന, അല്ലെങ്കിൽ ആദാം പറയുന്ന അനുസരിച്ച് ജീവിച്ച മൃഗങ്ങളെല്ലാം ഇന്ന് നമ്മളെ കാണുമ്പോൾ കടിച്ചു കയറാൻ വരുന്നത് നമ്മളോടുള്ള കോപം കൊണ്ടാണ്. അതവിടെ പറയുന്നത് സൃഷ്ടി ഇതൊന്ന് മാറിയിട്ട് പഴയ സ്വഭാവത്തിലേക്കൊന്ന് വരാൻ, ഈ പ്രപഞ്ചം മുഴുവൻ പഴയ സ്വഭാവത്തിലേക്കൊന്ന് വരാൻ മനുഷ്യപുത്രന്മാരുടെ വീണ്ടെടുപ്പിനെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. എപ്പോഴാണ് ഇനി ഞങ്ങൾക്ക് ആ പഴയ അവസ്ഥയിലേക്കൊന്ന് മടങ്ങിപ്പോകാൻ സാധിക്കുന്നത് എന്നുള്ള ആകാംക്ഷയോടെ സൃഷ്ടി കാത്തിരിക്കുകയാണ്.
So the second thing that is yet to happen is the revelation of the sons of God. So the whole creation is waiting for the revelation of the sons of God. As we look in Genesis, all the creatures that was on the earth at the time of the creation were which eat only plants. They never ate any meat or anything. So the whole habit or the whole nature of the creation has changed when Adam did sin. So the creation is waiting eagerly so that it can be restored to its original purpose of creation after the revelation of the sons of God. That's why the creation is eagerly waiting for the sons of God to be revealed so that the creation can be restored to its original purpose. ഈ കടുവയൊക്കെ ഇനിയും പുല്ല് തിന്നുന്നൊരു കാലം വരുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? കടുവ പുല്ല് തിന്നും, പഴയതുപോലെ തന്നെ കടുവ പുല്ല് തിന്നും. അതിന്റെ പഴയ സ്വഭാവം മാറിയിട്ട് ഏദൻ തോട്ടത്തിലെ സ്വഭാവത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു കാലം വരാൻ പോകുന്നുവെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കും? വചനത്തിൽ അത് എഴുതിയിരിക്കുക. വെളിപാട് പുസ്തകം 20:4 പറയുന്ന റെവലേഷൻ 20:4. ആ സംഭവം അല്ല പറയുന്നത്, അതിനോട് അനുബന്ധിച്ചുള്ള സംഭവമാണ്. Revelation 20:4. And I saw thrones, and they sat on them, and judgment was committed to them. Then I saw the souls of those who had been beheaded for their witness to Jesus and for the word of God, who had not worshipped the beast or his image, and had not received his mark on their forehead or on their hands. And they lived and reigned with Christ for 1,000 years. 1000 ആണ്ട് ഭരണം, കർത്താവിന്റെ യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് ഭരണം ഈ ഭൂമിയിൽ വരാൻ പോവുകയാണ്. So there is a time coming when the Christ is going to reign on this earth for 1,000 years, as we have read in this verse. ഈ 1000 ആണ്ട് ഭരണത്തിൽ പ്രകൃതി യഥാസ്ഥാനപ്പെടും, അല്ലെങ്കിൽ മനുഷ്യപുത്രന്മാരുടെ സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസനത്ത് വിടുതൽ പ്രാപിച്ചിട്ട് ഈ പഴയ അവസ്ഥയിലേക്ക് മാറിപ്പോകും. നമുക്കൊന്ന് നോക്കാം. യെശയ്യാ പ്രവചനം, യെശയ്യാ chapter 11 verse 6 to 9. Isaiah chapter 11 verse 6 to 9. The wolf also shall dwell with the lamb, the leopard shall lie down with the young goat, the calf and the young lion and the fatling together, and the little child shall lead them. ചെന്നായ കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടെ കടക്കും, പശുക്കിടാവും ബാലസിംഹവും തടിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും, ഒരു ചെറിയ കുട്ടി അവയെ നടത്തും, പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും, മുല കുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ ബോധങ്കൽ കളിക്കും, മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. അതായത് ഒരു കുഞ്ഞ് അണലിക്കൊന്നും വിഷമില്ല, സിംഹം കുഞ്ഞു കുട്ടികളോടുകൂടി സിംഹം കളിക്കും. 1000 ആണ്ട് ഭരണത്തിൽ, കർത്താവിന്റെ വരാനിരിക്കുന്ന 1000 ആണ്ട് ഭരണത്തിൽ പ്രകൃതി ഇങ്ങനെയായിട്ട് മാറും. ആ പ്രകൃതിയുടെ വീണ്ടെടുപ്പാണ് കർത്താവിന്റെ വെളിപാട് പുസ്തകത്തിന്റെ 2ാമത്തെ പ്രതിപാദ്യ വിഷയം. So at the time of the reign of Jesus Christ for 1,000 years, all this creation will be restored to its original purpose, or how it was at the time of creation. So that's what we read in this verse in Isaiah 11 verse 9, 10 and 11. So that time a young child shall lead the lion and the cow, everyone together. So they all shall lie together. That means a lion shall not attack a cow. So it will all be restored to its original purpose during the 1,000-year reign. ഇതേ കാര്യം തന്നെ യെശയ്യാ ചാപ്റ്റർ 65 പറയുന്നുണ്ട്, അത് വായിക്കണ്ട. അപ്പോൾ ഒരു കാര്യം, 2ാമത്തെ കാര്യം ഇതാണ്, ഈ പ്രകൃതിയുടെ വീണ്ടെടുപ്പ്. ഇതിന്റെ എല്ലാം റിസ്റ്റോറേഷൻ നടക്കേണ്ടതാണ്. പ്രകൃതിയുടെയും മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും എല്ലാം. മുള്ളും പറക്കാരെയൊന്നും ഇല്ലാതാകും. ഈ സസ്യങ്ങളൊന്നും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഏദൻ തോട്ടത്തിലെ സസ്യങ്ങൾ ആദാം പറഞ്ഞ അനുസരിക്കുമായിരുന്നു. ഒരു ആപ്പിളിന്റെ മണ്ടയിലുള്ള പഴം കയറി തിന്നണമെന്ന് തോന്നിയാൽ, ആദാമിന് തോന്നിയാൽ അതിന് തോട്ടി കെട്ടുകയോ അല്ലെങ്കിൽ മരത്തെ കയറുകയോ ചെയ്യേണ്ട കാര്യമില്ല. ആദാം പറഞ്ഞാൽ മതി, മരം കുനിഞ്ഞു വരും. അതായിരുന്നു അന്നത്തെ, അതായത് മനുഷ്യന് സബ്ജക്റ്റ് ആയിരുന്നു സകലവും. ആ അവസ്ഥയിലേക്ക് 1000 ആണ്ട് ഭരണത്തിൽ ഈ ഭൂമി യഥാസ്ഥാനപ്പെടും. So at the time of 1,000-year reign, all the creation will be restored to its original purpose. So everything was subject to Adam at the time of creation. When we look, probably the apple trees, if you want to pluck an apple from the tree, probably when Adam asked for the apple, it might bend down and come to Adam so that Adam can pick up the apple. But whereas now it's totally different. So during the 1,000-year reign of Jesus,
all of this creation, including all the animals and everything, the plants and everything in it, will be restored to its original form. മൂന്നാമത്തെ സംഭവം നടക്കേണ്ടത്, കർത്താവായ യേശുക്രിസ്തു ദാവീദിന്റെ സിംഹാസനത്തിൽ ആക്ഷരികമായിട്ടിരുന്ന് ഈ ലോകം ഭരിക്കും. ഇന്ന് ഒരു രാജാവ് ഭരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് രാജ്യം ഭരിക്കുന്നത് പോലെ, കർത്താവായ യേശുക്രിസ്തു 1000 ആണ്ട് ഈ ഭൂമിയിൽ അക്ഷരികമായിട്ട് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് യെരൂശലേം തലസ്ഥാനമാക്കി ഈ പ്രപഞ്ചത്തെ, ഈ ഭൂമിയെ മുഴുവൻ ഭരിക്കും. ആ സംഭവം നടക്കാൻ പോവുകയാണ്. കാരണം കർത്താവ് രാജാവായി പിറന്നവനാണ്. ലൂക്ക് ചാപ്റ്റർ 4:31-33 ഇതാണ് വായിക്കുന്നത്. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ ദാവീദ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. ഒരു പ്രവചനമാണ്. ദൂതൻ വന്ന മറിയത്തിനോട് പറയുന്ന പ്രവചനമാണ്. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ ദാവീദ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. So, as we read in, we know that Jesus Christ was born as the king. So the third thing that is yet to happen is Jesus will reign over the whole world with Jerusalem as its capital for 1000 years. That is the third important thing that is yet to happen, which is told in the book of Revelation. As we read through Luke, we can see Luke that 31-33. as we look in Luke 4:31 and 33, we can see that Jesus Christ was born as a king. It was prophetically told to Mary that Jesus was born as a king and he will rule over the earth as a king. So that the literal fulfillment of that promise will happen in that 1000-year reign of Lord Jesus Christ. Matthew chapter 2 verse 2. Matthew chapter 2 verse 2. Where is he who has been born King of the Jews? For we have seen his star in the east and have come to worship him. ഭൂമിയിൽ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്നാണ് വിദ്വാൻമാർ വന്ന് ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ വന്ന് ചോദിക്കുന്നത്. അവൻ രാജാവായി പിറന്നവനാണ്. ലോകത്തെല്ലാവരും ജനിച്ചതിന് ശേഷം രാജാവായവരാണ്. ജന്മം കൊണ്ട് രാജാവായവരാരുമില്ല. രാജാവായ യേശു മാത്രമേ ഉള്ളൂ ഭൂമിയിൽ രാജാവായി പിറന്നവൻ. എന്നാൽ യേശുക്രിസ്തുവിന്റെ രാജ്യത്വം അവന്റെ ഒന്നാമത്തെ വരവിൽ സ്ഥാപിക്കപ്പെട്ടില്ല എന്ന് കരുതി കർത്താവായ യേശുക്രിസ്തുവിന്റെ രാജ്യത്വം നീങ്ങിപ്പോയിട്ടില്ല. ഒന്നാമത്തെ വരവിൽ അത് സ്ഥാപിക്കപ്പെട്ടില്ല എന്നും കരുതി അത് നീങ്ങിപ്പോയില്ല. യഹൂദൻ അവനെ രാജാവായി സ്വീകരിക്കാഞ്ഞത് കൊണ്ട് ഒന്നാമത്തെ വരവിൽ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് യേശുക്രിസ്തുവിന്റെ രാജ്യത്ത് സ്ഥാപിക്കപ്പെട്ടില്ല. എന്നാൽ ആ പ്രവചനം നീങ്ങിപ്പോയിട്ടില്ല. അത് സംഭവിക്കാനിരിക്കുന്നതാണ്. 1000 ആണ്ടിൽ കർത്താവായ യേശുക്രിസ്തു യെരൂശലേം തലസ്ഥാനമാക്കി ഈ ഭൂമിയെ ഒരു രാജാവായി, ആക്ഷരികമായിട്ട് രാജാവായിട്ട് ഭരിക്കും. അതാണ് മൂന്നാമത്തെ വെളിപാട് പുസ്തകത്തിന്റെ മൂന്നാമത്തെ സംഭവം നടക്കേണ്ടത്. So there's no one who was born as a king in the world. Everyone became a king after they were born into the earth. Jesus Christ is the only one who was born as the king. So here it's saying, where is he who has been born King of the Jews? But in the first coming, when Jesus came the first time, he never became a king. That prophecy was never fulfilled. But that will come into fulfillment at the second coming of Jesus, when he rules over the whole earth with Jerusalem as its capital, and Jesus will reign over the earth on David's throne. That is the third and the main important thing yet to happen from the book of Revelation. നാലാമത്തെ സംഭവം വെളിപ്പാടിൽ നടക്കേണ്ടത് രക്ഷിക്കപ്പെടാത്തവരുടെ അന്ത്യവിധി. അതായത് ഭൂമിയിൽ ജനിച്ചിട്ട് രക്ഷിക്കപ്പെടാതെ നരകത്തിലേക്ക് പോകേണ്ടവരുടെ അന്ത്യവിധി. അത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. വെള്ളസിംഹാസനത്തിലെ അന്ത്യവിധി. So the fourth thing that is yet to happen, that is told in the book of Revelation, is the judgment of those who are not born again. So that is in Revelation 4:20. Yeah, Revelation 20:11-21. അടുത്ത സംഭവം വെളിപാടിൽ നടക്കേണ്ടതുള്ളത് അന്തിക്രിസ്തുവിന്റെ ഭരണവും ഭൂമിയിൽ ദൈവത്തിന്റെ മഹോപദ്രവവും അല്ലെങ്കിൽ മഹാക്രോധവും. So the fifth thing that is to happen is the rule of the Antichrist.
ആറാമത്തെ സംഭവം കുഞ്ഞാടിന്റെ കല്യാണം, യേശുക്രിസ്തു, കുഞ്ഞാടാകുന്ന യേശുക്രിസ്തുവിന്റെ കല്യാണം. The sixth thing is the marriage of the lamb. ഏഴാമത്തെ സംഭവം പുതുവാനഭൂമികൾ അല്ലെങ്കിൽ പുതിയ യെരൂശലേം, പുതുവാനഭൂമികൾ സൃഷ്ടിക്കപ്പെട്ട് പുതിയ യെരൂശലേമിന്റെ സ്ഥാപനം. The seventh thing is the creation of New Jerusalem and new earth. അപ്പൊ 7 കാര്യങ്ങളാണ്. 1, സാത്താന്റെ തല തകർക്കുക. 2, പ്രകൃതിയുടെ വീണ്ടെടുപ്പ്. 3, കർത്താവിന്റെ രാജ്യത്തെ സ്ഥാപിക്കുക. 4, വെള്ളസിംഹാസനത്തിലെ വിധി. 5, അന്തിക്രിസ്തുവിന്റെ ഭരണവും മഹോദ്രവവും. 6, കുഞ്ഞാടിന്റെ കല്യാണം. 7, പുതുവാനഭൂമികൾ. So the 7 things that are yet to happen is the destruction of the head of the serpent. The second thing is the revelation of the sons of God. The third thing is the restoration of the kingship of Lord Jesus Christ. The fourth thing is the judgment of those who are not born again in the white throne. The fifth thing is the rule of the Antichrist and the tribulation that is yet to happen along with that. The sixth thing is the marriage, the lamb's marriage, and the seventh thing is the new earth and new Jerusalem. ഇനി നമുക്ക് വെളിപാട് പുസ്തകത്തിലേക്ക് ഒന്ന് ഇറങ്ങാം. 1-ാം അധ്യായം, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ കൈവശമുള്ള യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ വർണ്ണനയും. മരിച്ചുയർത്തെഴുന്നേറ്റ് മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ കൈവശമുള്ള യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ വർണ്ണന. So let's go into Revelation. So in the first chapter, it's written about the Jesus Christ, Lord Jesus, who was resurrected and who has got the keys to death and Hades, and the glory of the Lord Jesus Christ that is being explained in the first chapter, and we can see it in verse 1 in chapter 1 verse 18. അടുത്ത 2-3 അധ്യായങ്ങൾ ഏഷ്യ മൈനറിൽ അന്നുണ്ടായിരുന്ന 7 സഭകൾക്കുള്ള ദൂതാണ്. 7 സഭകളോടുള്ള ദൂതാണ്. അന്ന് ഏഷ്യ മൈനറിൽ ഉണ്ടായിരുന്ന 7 സഭകളാണ്. എന്നാൽ പ്രവചനാത്മാവിൽ ഇന്നു വരെയുള്ള സഭകളോടുള്ള ഒരു ദൂതും കൂടെയാണ്. അതായത് കാലക്രമത്തിനനുസരിച്ച് ആദ്യ നൂറ്റാണ്ട് തൊട്ട് ഇന്ന് വരെയുള്ള, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് വരെയുള്ള സഭകളോടുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള സഭകളോടുള്ള ഒരു ദൂതും കൂടെ പ്രവചനാത്മാവിൽ എഴുതിയിരിക്കുന്നതാണ് 2-3 അധ്യായങ്ങൾ. Second and third chapter, we can see it's a letter to the 7 churches in Asia Minor. But when we look in a wider perspective, that we can see that it's a letter to all the churches from the formation of churches until now and until the coming of the Lord Jesus. 4-ാം അധ്യായം തുടങ്ങുന്നത് ഇവിടെ കയറി വരിക എന്ന സ്വർഗത്തിൽ നിന്നുള്ള ആഹ്വാനത്തോടു കൂടിയാണ്. അതായത് 4-ാം അധ്യായം ആകുമ്പോഴേക്ക് രംഗം സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുക. 1, 2, 3 അധ്യായങ്ങൾ യോഹന്നാൻ ഭൂമിയിലായിരുന്നു കാണുകയാണ്. 4-ാം അധ്യായം ആകുമ്പോഴേക്കും യോഹന്നാനെ സ്വർഗത്തിലേക്ക് വിളിക്കുകയാണ്. പിന്നെ രംഗം സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. So in the 4th chapter, we can hear a voice that was spoken to John that come up here. So that time John is taken up to heaven. Whereas till that chapter, everything is happening. John is seeing everything that's happening on the earth. But from that chapter onwards, the scene is being shifted to heaven. പിന്നീട് നാം സഭയെ കാണുന്നത് വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിൽ. അതായത് വെളിപാടിന്റെ 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ സഭയെ കാണുന്നില്ല. 4 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ സഭയെ കാണുന്നില്ല. പിന്നീട് കാണുന്നത്, നാം സഭയെ കാണുന്ന 19-ാം അധ്യായത്തിലാണ്. 19-ാം അധ്യായത്തിൽ റെവലേഷൻ 19:7. 19-ാം അധ്യായത്തിൽ നാം കാണുന്നത്, സഭയെ കാണുന്നത് കുഞ്ഞാടിന്റെ കല്യാണത്തിന് ഒരുങ്ങി നിൽക്കുന്ന മണവാട്ടിയായിട്ടാണ് നാം സഭയെ കാണുന്നത്. So from after this chapter, from chapter 4 to 19, there is no mention of the church of God. The next mention of the church of God can be only seen in Revelation 19:7, where it said, "Let us be glad and rejoice and give him glory, for the marriage of the Lamb has come, and his wife has made herself ready." So that is the only time after chapter 4 when it's spoken about the church of God, where the church is ready for the marriage of the Lamb. വെളിപാട് പുസ്തകം 6-ാം അധ്യായം മുതൽ സഭയെ കാണാത്തത് വെളിപാട് 6 മുതൽ 19 വരെ, പിന്നീട് തുടർന്നുള്ള അധ്യായങ്ങളിലെല്ലാം തന്നെ എതിർ ക്രിസ്തുവിന്റെ ഭരണവും കർത്താവിന്റെ മഹോദ്രവവും ഈ ഭൂമിയിൽ നടക്കുന്ന, അല്ലെങ്കിൽ ദൈവം അയക്കാൻ പോകുന്ന, ഭൂമിയിൽ അയക്കാൻ പോകുന്ന മഹാശിക്ഷകൾ, മഹാമാരികളുടെയും വർണ്ണനയാണ് 6-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ നാം കാണുന്നത്.
From chapter 6 to 19, what we are seeing is the rule of the Antichrist and the tribulation or the judgment that is going to happen on this earth. That's one of the reasons why there's no mention of church in chapter 6 to 19. കാരണം ആ സമയത്ത് ഈ 4-ാം അധ്യായത്തിനും, അത് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല ആ സംഭവം, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പ്രവചനങ്ങളെല്ലാം ക്രമമായിട്ട് അടുക്കിയല്ല എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ 4-ാം അധ്യായത്തിലെ സഭയോടുള്ള ദൂതുകൾ കഴിഞ്ഞതിന് ശേഷം പിന്നീട് സഭയെ നാം കാണാത്തതിന്റെ കാരണം സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടു. അതായത് എതിർക്രിസ്തുവിന്റെ ഭരണകാലത്ത് സഭ ഭൂമിയിലില്ല. ഭൂമിയിൽ എതിർക്രിസ്തുവിന്റെ അല്ലെങ്കിൽ അന്ത്യക്രിസ്തുവിന്റെ ഭരണകാലത്ത് സഭ ഭൂമിയിൽ നിന്നും അതിനു മുമ്പ് എടുക്കപ്പെട്ടിരിക്കും. എടുക്കപ്പെട്ടതിന് ശേഷം സഭ മഹോപദ്രവത്തിൽ കൂടി കടന്നു പോകയില്ല. അത് നമുക്ക് വലിയൊരു പ്രത്യാശയാണ്. കാരണം നമുക്ക് ഭൂമിയിൽ ഈ എതിർക്രിസ്തുവിന്റെ ഭരണവും ആ മഹോപദ്രവവും ദൈവത്തിന്റെ ക്രോധങ്ങളെല്ലാം ഭൂമിയുടെ മേൽ ചൊരിയപ്പെടുമ്പോൾ സഭയാകുന്ന നാം ഇവിടെ നിന്ന് എടുക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് വലിയൊരു പ്രത്യാശയും സന്തോഷവും നൽകുന്ന കാര്യമാണ്. So from chapter 4 to 19, there's no mention of the church of God. That's because it's a time when Antichrist is ruling over the earth, and the judgment of God is happening on the earth in various forms like disease, pestilence and all. It is a hope for us that we are not present on the earth during that time, that we will be taken up to heaven so that we don't have to go through this. So it is one of our major hope that we will not be present during the tribulation time. ഈ കാര്യങ്ങളിലേക്കൊക്കെ നാം പിന്നീട് ഇച്ചിരി വിശദമായിട്ട് പോകുന്നതാണ്. അപ്പോൾ ആവറേജായിട്ട് നാം ഒന്ന് ഓടിച്ചു പോവുകയാണ്, അതിനുശേഷം നാം ഇച്ചിരി വിശദമായിട്ട് പോകുന്നതാണ്. അപ്പോൾ വെളിപ്പാട് പുസ്തകം റെവലേഷൻ ചാപ്റ്റർ 19 ആകുമ്പോഴേക്ക് സഭ മണവാട്ടിയായി മാറിക്കഴിഞ്ഞു. പിന്നെ സഭയല്ല, പിന്നെ സഭയെന്ന് വിളിക്കുന്നില്ല, പിന്നെ സഭയെ മണവാട്ടി എന്നാണ് വിളിക്കുന്നത്. സഭ മണവാട്ടിയായി മാറിക്കഴിഞ്ഞു. വെളിപാട് റെവലേഷൻ 19:7 പറയുന്നത് സഭ കാന്തയായിട്ട് പറയുന്നു. റെവലേഷൻ 21:2 സഭ മണവാട്ടിയായിട്ട് പറയുന്നു. റെവലേഷൻ 21:9 കുഞ്ഞാടിന്റെ കാന്ത. അപ്പോൾ നമ്മുടെ പദവി മാറി. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവിന്റെ മണവാട്ടി സഭ എന്ന് പറയുന്നത് പുതിയ നിയമസഭ മാത്രമാണ്. So when we look through these three verses, Revelation 19:17, Revelation 21:2 and 21:9, the church is totally transformed. The church is transformed to a bride for the Lord Jesus Christ. So there's a transformation taking place in the for the church of God, and there is no more mention as the church. It's only mentioned as a bride that is ready for the marriage of the Lamb. പുതിയ നിയമസഭ മാത്രമാണ് മണവാട്ടി. ജോൺ ചാപ്റ്റർ 3:29, ജോൺ ചാപ്റ്റർ 3:29 ഇവിടെ പറയുന്നത്, മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു, മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു, ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. John 3:29, he who has the bride is the bridegroom, but the friend of the bridegroom who stands and hears him rejoices greatly because of the bridegroom's voice. Therefore this joy of mine is fulfilled. ഇവിടെ സ്നാപകയോഹന്നാൻ പറയുന്നത്, ഞാൻ മണവാട്ടിയല്ല, മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു, മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് സന്തോഷിക്കുന്നു, ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. അപ്പം യോഹന്നാൻ പറയുന്ന, ഞാൻ സ്നേഹിതനാണ്, ഞാൻ മണവാട്ടിയല്ല, ഞാൻ സ്നേഹിതനാണ്. അപ്പം പഴയ നിയമത്തിൽ യോഹന്നാൻ വരെയുള്ളവർ കർത്താവിന്റെ മണവാളന്റെ സ്നേഹിതന്മാരാണ്. അതായത് നാം നോക്കിയാൽ, ഒരു കല്യാണം നോക്കിയാൽ, കല്യാണത്തിന് മണവാളനുണ്ട്, മണവാട്ടിയുണ്ട്, സ്നേഹിതരുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, ഇവരെല്ലാവരും കൂടുന്നതാണ് ഒരു ഫംഗ്ഷനാണ് വിവാഹം എന്ന് പറയുന്നത്. ഈ വിവാഹവേദിയിൽ സ്നാപകയോഹന്നാൻ പറയുന്ന, എനിക്ക് സ്നേഹിതന്റെ സ്ഥാനമേ ഉള്ളൂ. നോക്കുക, പഴയ നിയമത്തിൽ സ്നാപകയോഹന്നാന്റെ തലയറക്കപ്പെട്ടതാണ്. കർത്താവിനോടുള്ള വിശ്വാസത്തെ പ്രതി, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ശക്തമായി നിന്നതിന്റെ പേരിൽ തന്റെ തലയറക്കപ്പെട്ടതാണ്. പഴയ നിയമത്തിൽ യെശയ്യാവിനെ വാളുകൊണ്ട് നടുവേ മുറിക്കുകയായിരുന്നെന്നാണ് ചരിത്ര ബൈബിളിലതില്ല, ചരിത്രകാരന്മാരങ്ങനെയാണ് പറയുന്നത്. സ്നാപകയോഹന്നാനെ വാളുകൊണ്ട് നടുവേ മുറിക്കുകയായിരുന്നു കൊല്ലാൻ. അങ്ങനെ യെരമ്യാവിന് അങ്ങനെ സംഭവിക്കുകയായിരുന്നു. യെരമ്യാവിനെ അങ്ങനെയല്ല. എങ്കിലും ഈ പഴയ നിയമത്തിൽ അനേക വിശുദ്ധന്മാര് ഇതുപോലെ ക്രൂരമായ പീഡനങ്ങൾ കൂടി കടന്നുപോയി മരിച്ചവരുണ്ട്. അവർക്കെല്ലാവർക്കും ഈ കർത്താവിന്റെ സന്നിധിയിൽ ഇനി 1000 ആണ്ട് വരാൻ പോകുമ്പോഴേക്ക് അവർക്കാർക്കും മണവാട്ടി എന്ന സ്ഥാനമില്ല, അവർക്കെല്ലാം സ്നേഹിതൻ എന്ന സ്ഥാനമേ ഉള്ളൂ. മണവാട്ടി എന്ന് പറയുന്ന പുതിയ നിയമസഭ മാത്രമാണ്. യോഹന്നാൻ പറയുന്നത്, ഈ എന്റെ മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു, ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. സ്നേഹിതൻ എന്നുള്ള രീതിയിൽ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. നോക്കുക,
ഒരു വിവാഹവേദിയിൽ ഈ ബന്ധുമിത്രാദികളെല്ലാം ഉണ്ട്, സ്നേഹിതന്മാരുണ്ട്, മണവാട്ടിയുണ്ട്, വിവാഹം നല്ല കേമമായിട്ട് നടക്കും, എല്ലാവരും സന്തോഷിക്കും. എന്നാൽ പിന്നീട് നടക്കുന്ന ഒരു കാര്യമുണ്ട്. മണവാളനും മണവാട്ടിയും മണിയറയിലേക്ക് പ്രവേശിക്കുമ്പം അവിടെ ഈ സ്നേഹിതന്മാർക്കൊന്നും ആ കതകിന്റെ അപ്പുറത്തോട്ട് പ്രവേശനമില്ല. മണിയറയിലേക്ക് പ്രവേശനമുള്ളത് മണവാട്ടിക്ക് മാത്രമാണ്. എന്നാൽ നിങ്ങൾ എല്ലാവരും എൻ്റെ കൂട്ടത്തിൽ കല്യാണത്തിന് വന്നവരല്ലേ, എല്ലാവരും കൂടെ എൻ്റെ കൂട്ടത്തിൽ മണവറയിലേക്ക് പോരാനായിട്ട് മണവാളൻ ഒരിക്കലും പറയത്തില്ല. മണിയറയിലേക്ക് പ്രവേശിക്കുന്ന മണവാട്ടി മാത്രമാണ്. ആ മഹാപദവിയാണ് പുതിയ നിയമസഭയായിരിക്കുന്ന നമുക്ക് ലഭിച്ചിരിക്കുന്നത്. So when we look here, we can see it's the New Testament church that is called as the bridegroom, whereas all the saints who are in the Old Testament are the friends of the Lord Jesus Christ. So that's why it's written, he who has the bride is the bridegroom, but the friend of the bridegroom who stands and hears him rejoices greatly because of the bridegroom's voice. So here the John the Baptist is saying that he's mentioning himself as the friend of the Lord. So his position is a friend like all the other saints in the Old Testament, whereas the church in the New Testament will be known as the bride of the Lamb. ആയിരമാണ്ട് വാഴ്ചയിൽ കർത്താവിന്റെ ആയിരമാണ്ട് ഭരണത്തിൽ, ഈ ഭൂമിയിലെ ആയിരമാണ്ട് വാഴ്ചയിൽ കർത്താവിനോടൊപ്പം ഭരണം നടത്തുന്നതും പുതിയ നിയമസഭ മാത്രമാണ്. പഴയ നിയമസഭയ്ക്ക് അവിടെയും അവകാശമില്ല. So even during the 1,000-year reign on heaven, it's only the New Testament church that will be ruling along with the Lord Jesus Christ, whereas the Old Testament saints will not be ruling along with the Lord Jesus Christ. It's only the New Testament church. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിന് ശേഷം നടക്കേണ്ട ഒരു മഹാസംഭവമുണ്ട്. അത് വെളിപാട് പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. എന്നാൽ വെളിപാട് പുസ്തകം 3-ന് ശേഷം നടക്കുന്ന ഒരു മഹാസംഭവമാണ്. അത് നാം കാണുന്ന പൗലോസിന്റെ ലേഖനങ്ങളിലാണ്. അത് പഠിക്കാതെ മുന്നോട്ട് പോയാൽ നമ്മുടെ വെളിപാട് പുസ്തകത്തിന്റെ പഠനം പൂർത്തിയാകത്തുമില്ല. വെളിപാട് പുസ്തകത്തിൽ എഴുതിയിട്ടില്ല എങ്കിലും നടക്കേണ്ട ഒരു മഹാസംഭവമാണ് റാപ്ചർ എന്ന് നാം പറയുന്ന, അല്ലെങ്കിൽ ഉൾപ്രാമണം എന്ന് മലയാളത്തിൽ പറയുന്ന മഹാസംഭവം. So there is something that's to happen after Revelation chapter 3, which is not mentioned in Revelation, but we can study more about that through the letters of Paul. So when we read through the letters of Paul, it's mentioned, and that is rapture. So without learning about rapture, we can't further move into the study of the book of Revelation. ഒരു ചോദ്യമുണ്ട്, ഇപ്പോൾ കർത്താവ് എവിടെയാണ്? നമ്മൾ കാര്യങ്ങൾ ക്രമാനുഗതമായി പഠിച്ചു പോയെങ്കിൽ മാത്രമേ, മനസ്സിലാക്കി പോയെങ്കിൽ മാത്രമേ നാം പിന്നീട് വരുമ്പോഴേക്ക് വെളിപാട് പുസ്തകം നമുക്ക് ശരിയായിട്ട് മനസ്സിലാകുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആകെപ്പാടെ കുഴച്ചിലുണ്ടാകും. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു, ഇപ്പോൾ കർത്താവ് എവിടെയാണ്? ഇപ്പൊ കർത്താവിന്റെ പദവി എന്താണ്? കർത്താവ് എന്നാ പണിയാ ഇപ്പൊ ചെയ്യുന്നത്? ഇപ്പൊ കർത്താവ് എവിടെയാണ്? So before going into that, we have to ask two questions. Where is Lord Jesus Christ now, and what is his position, or what is Lord Jesus doing at this present movement? ഇപ്പോൾ കർത്താവിന്റെ പദവി എന്ന് പറയുന്ന മനുഷ്യപുത്രൻ എന്ന പദവിയാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി പിറന്നു മനുഷ്യാവതാരം ചെയ്യുന്നതിന് മുമ്പേ താൻ ഉണ്ടായിരുന്നു. ത്രിയേക ദൈവത്തിൽ അല്ലെങ്കിൽ ത്രിത്വത്തിൽ താൻ രണ്ടാമനായി പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ താൻ ദൈവമായി തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം കർത്താവായ യേശുക്രിസ്തു മനുഷ്യന്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ മനുഷ്യാവതാരം പ്രാപിച്ച് ജഡമെടുത്ത് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. അങ്ങനെ മനുഷ്യപുത്രനായി തീർന്നു. ആ മനുഷ്യപുത്രൻ എന്ന പദവിയിൽ നിന്നും കർത്താവായ യേശുക്രിസ്തു ഇതുവരെ തന്റെ ദൈവത്വത്തിലേക്ക് മടങ്ങിപ്പോയിട്ടില്ല. ഇപ്പോൾ സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് മനുഷ്യപുത്രൻ എന്ന നിലയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് തന്റെ കർത്താവിന്റെ ഇപ്പോഴത്തെ പദവി. So at the present moment, we can see that Jesus Christ is one among the Trinity. When Jesus was born on heaven, he was born of a woman, and he was born as in human nature. After the death of Jesus Christ, he is now seated at the right hand of the Father. He is standing on behalf of us. He's interceding. Yeah, he's interceding on behalf of us at the right hand of the Father. He is not yet completely moved to the God form. റോമർ 8-ാം അധ്യായം, ഹീബ്രൂസ് 7, 1 തിമോത്തി, ഇതിലെല്ലാം ഈ കാര്യം പറയുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. He is interceding for us. So in Romans 8:34, we can see that it's mentioned that Jesus Christ is interceding for us on the right hand of the Father. ഈ പക്ഷപാതം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്?
പക്ഷം പിടിക്കുക എന്ന്. ഒരാൾക്ക് വേണ്ടി പക്ഷം പിടിക്കുക, നമുക്ക് വേണ്ടി പക്ഷം പിടിക്കാൻ സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശുക്രിസ്തു ഇപ്പോൾ ആയിരിക്കുക. കാരണം സാത്താൻ നമുക്കെതിരെ നിരന്തരം അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളൊരു ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു വീഴ്ച സംഭവിക്കുമ്പോൾ, നമ്മളൊരു വിശ്വാസിയായിട്ട് വീണ്ടും ജനിച്ചതിന് ശേഷം ഒരിക്കലും പാപം ചെയ്യാതെ ജീവിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. പാപം മനുഷ്യന്റെ, നാം ഈ ജഡത്തിൽ ജീവിക്കുന്ന കാലത്തോളം നമുക്ക് ജഡത്തോട് പോരാട്ടമുണ്ട്. അപ്പൊ നാം ഒരു ചെറിയ തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു പാപം ചെയ്താൽ, ഒരു വീഴ്ച നമുക്ക് സംഭവിച്ചാൽ ഉടനെ പിശാച്, വചനം പറയുന്ന, അവൻ നിരന്തരം നമ്മെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ദൈവസേനയിൽ അപവാദം പറയാൻ വേണ്ടി പിശാചും അവന്റെ ദൂതന്മാർ നിൽക്കുക. അപ്പൊ പിശാച് പറയാം, കണ്ടോ നിന്റെ മകനാന്ന് പറഞ്ഞിട്ട് നീ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക നിന്റെ മകനാന്ന്. അവൻ കാണിക്കുന്ന കണ്ടോ, അവൻ എൻ്റെ വകയാ, എൻ്റെ പ്രവൃത്തി അവൻ ചെയ്യുന്നത്, ഞാനും അവനും കൂടെ പാപം ചെയ്തപ്പോൾ ഞാനും കൂടെ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞ അവൻ കേട്ടാ കണ്ടില്ലേ എന്ന് പറയും. നമുക്കെതിരെ നിരന്തരം കുറ്റം പറയുമ്പോൾ യേശുക്രിസ്തു ഒരു വക്കീലിനെ പോലെ, ഒരു കോടതിയിൽ വക്കീൽ എങ്ങനെ തൻ്റെ കക്ഷിക്ക് വേണ്ടി വാദിക്കുന്നുവോ അതുപോലെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത്, പക്ഷം പിടിച്ച് സംസാരിക്കുക. അവൻ എൻ്റെ മകനാണ്, അവൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ ഞാൻ ഏറ്റെടുത്തതാ. ഇനി ആ കുറ്റവും പറഞ്ഞുകൊണ്ട് നീ അവന്റെ പുറകെ പോകേണ്ട കാര്യമില്ല, അവനെ നീ കുറ്റം വിധിക്കാൻ പാടില്ല. ആ ശിക്ഷ, അതിന്റെ ശിക്ഷയും കൂടെ ഞാൻ കാൽവരിയിൽ പൂർണ്ണമായിട്ട് തന്നു തീർത്തതാണ്. അതുകൊണ്ട് നിനക്കിനി ആ പാപം പറഞ്ഞുകൊണ്ട് അവന്റെ പുറകെ പോകാൻ യാതൊരു അവകാശവുമില്ല. അവൻ എൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എൻ്റെ മകൻ തന്നെയാണ് എന്ന് നിരന്തരം നമുക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ഇപ്പോൾ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് മനുഷ്യപുത്രൻ എന്ന പദവിയിൽ ഇരുന്നുകൊണ്ട് താനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. So when we mean interceding, it also means that standing along with that person, fully standing for that person. So at this present moment, Jesus Christ is interceding for us. We have an enemy called Satan who is always trying to point out the things that we have done wrong. Whenever Satan and his team points out that we have done that sin, we have done this thing, Jesus Christ is interceding for us, saying that we have already been made righteous with Lord Jesus Christ, that we have been cleansed by his blood. So Jesus Christ is interceding for us at this moment for us. So that is the position of Jesus Christ at this present moment. ഇനി മനുഷ്യപുത്രൻ എന്ന നിലയിൽ തനിക്ക് 3 ഡ്യൂട്ടികൾ കൂടി മനുഷ്യനോടുള്ള ബന്ധത്തിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. There are 3 duties that Jesus Christ has to fulfill in view of human beings that hasn't been fulfilled yet. അത് 3 സിംഹാസനങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവ് ചെയ്യാൻ പോകുന്ന 3 ഡ്യൂട്ടീസ്, അല്ലെങ്കിൽ 3 ശുശ്രൂഷകളാണ്. So these 3 duties Jesus Christ is going to perform on 3 different thrones in view of human beings. 1 ക്രിസ്തുവിന്റെ ന്യായാസനം, 2 തേജസ്സിന്റെ സിംഹാസനം, 3 വെള്ള സിംഹാസനം. ഈ 3 സിംഹാസനങ്ങളിൽ ഇരുന്നുകൊണ്ട് മനുഷ്യനോടുള്ള ബന്ധത്തിൽ കർത്താവിന് ഇനി ചെയ്തു തീർക്കേണ്ട 3 നടപടിക്രമങ്ങളുണ്ട്. അതും കൂടെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് താൻ ഇന്ന് മനുഷ്യപുത്രനായിട്ടായിരിക്കുന്നത്. So there are 3 thrones: the judgment throne, the white throne, the glorious throne. So Jesus Christ is going to sit on these 3 thrones and fulfill his purpose in view of humans. ഇത് 3 സിംഹാസനങ്ങളാണ്, 3 കാലഘട്ടങ്ങളിൽ വെക്കപ്പെടുന്നതാണ്. ഈ 3 സിംഹാസനങ്ങളുടെ ഉദ്ദേശവും 3 ആണ്. എന്നാൽ പലപ്പോഴും പലരും പഠിപ്പിക്കുമ്പോൾ ഇത് 3ഉം കൂടെ ഒന്നാക്കി പറഞ്ഞുകൊണ്ട് ഇത് കുഴച്ച് ഒന്നും മനസ്സിലാകാത്ത രീതിയിലായി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. So these 3 thrones are different. It's not the same throne. So it's 3 thrones are different thrones. It is going to happen in different period of time, and this 3 thrones has different purpose. So many times we get confused. We mix up all these thrones together and study it all together. So that can cause a bit of confusion. So we have to study each one separately. അതുകൊണ്ട് നമ്മൾ ഈ 3 സിംഹാസനങ്ങളെ കുറിച്ചും അതിന്റെ ഉദ്ദേശങ്ങളെ കുറിച്ചും എല്ലാം വ്യക്തമായിട്ട് വെളിപാട് പുസ്തകത്തോടൊപ്പം തന്നെ പഠിച്ചു പോകുന്നതാണ്. So now we are going to learn about these 3 thrones separately along with the book of Revelation. ഒന്നാമത്തെ, ഇനിയും ആദ്യമായിട്ട് കർത്താവിന്റെ മനുഷ്യത്വത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യപുത്രൻ എന്ന പദവിയിൽ താൻ ഇരിക്കാൻ പോകുന്ന ആദ്യത്തെ സിംഹാസനമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. The first throne that Jesus Christ is going to sit is the judgment seat. 2 Corinthians chapter 5 verse 10. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാണ്. For we must all appear before the judgment seat of Christ, that each one may receive the things done in the body according to what he has done, whether good or bad. ഇവിടെ ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്ന വാക്കിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബേമ സീറ്റ് എന്നുള്ളതാണ്.
ഈ ബേമ സീറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒളിമ്പിക് മത്സരങ്ങൾ, ഗ്രീസിലൊക്കെ നടന്നുകൊണ്ടിരുന്ന ഒളിമ്പിക് മത്സരങ്ങൾ, അതുപോലുള്ള സ്പോർട്സ് മത്സരങ്ങളിൽ ജയിക്കുന്നവർക്ക് സമ്മാനം കൊടുക്കേണ്ടതിനായിട്ട് പ്രമുഖ വ്യക്തി ഇരിക്കുന്ന സീറ്റിനെയാണ് ബേമ സീറ്റ് എന്ന് പറയുന്നത്. So when we look to the original word, the word for the judgment seat is Bema seat. That is a seat that was used during Olympic Games to reward those who have received prizes. നമുക്കറിയാം, ഒരു മത്സരത്തിൽ ഒരാൾ ജയിക്കും, മറ്റുള്ളവർ ഓടുന്നവർ തോക്കും. എന്നാൽ തോക്കുന്നവരെ ആരും ശിക്ഷിക്കത്തില്ല, ജയിക്കുന്നവന് മാത്രമേ സമ്മാനം കിട്ടത്തുള്ളൂ, തോക്കുന്നവനവിടെ ശിക്ഷയില്ല. അതുപോലെ തന്നെ ഈ ക്രിസ്തുവിന്റെ ന്യായാസനത്തെങ്കിൽ അവിടെ ആരെ ശിക്ഷ വിധിക്കുന്നില്ല, അവിടെ സമ്മാനങ്ങൾ കൊടുക്കുന്നത് മാത്രമാണ് അവിടെ നടക്കാൻ പോകുന്ന നടപടിക്രമങ്ങൾ. So when we look to a games, we can see that only those who have won the race, they receive prizes, but there's no punishment for those who have failed in the race. In the same way, at the judgment seat or at the Bema seat, it's the seat for rewarding those who have won the race, but there's no punishment that's going to happen in that seat. അതാരെയും നരകത്തിലേക്ക് വിടുന്ന സിംഹാസനമല്ല, ആരെ ശിക്ഷിക്കുന്ന സിംഹാസനവുമല്ല. പ്രതിഫലം കൊടുക്കുന്ന, മണവാട്ടിക്ക് പ്രതിഫലം വീതിക്കാൻ വേണ്ടി താൻ ഇരിക്കാൻ പോകുന്ന സിംഹാസനമാണ് ന്യായാസനം. So it's not a seat where anyone is going to get punished or where anyone is going to be sent to the hell, but it's a seat where Jesus Christ is going to reward the church or the bride for winning the race. തെളിവുണ്ട്. 1 Corinthians chapter 3 verse 12 to 15. 1 Corinthians chapter 3 verse 12 to 15. 1 Corinthians chapter 3 verse 12 to 15. No, now if anyone builds on this foundation with gold, silver, precious stones, wood, hay, straw, each one's work will become clear, for the day will declare it, because it will be revealed by fire, and the fire will test each one's work of what sort it is. If anyone's work which has been built on it endures, he will receive a reward. ഇവിടെ വായിക്കുന്നത്, അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്നതെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഓരോരുത്തൻ ചെയ്ത പ്രവൃത്തി, ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്നതുപോലെ അത്ര. ഇവിടെ 6 വസ്തുക്കളെ കുറിച്ചാണ് പറയുന്നത്. വിലയേറിയ കല്ല്, പൊന്ന്, വെള്ളി, വൈക്കോൽ, മരം, പുല്ല്. ഇതിൽ നോക്കാം, 3 കത്തിപ്പോകുന്ന സാധനം. ഒരെണ്ണം തീ കൂടെ കടന്നുപോയാൽ അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരത്തില്ല. 2 തീ കൂടെ കടന്നുപോയാൽ അതിന് ശോഭ കൂടും. ഇതാണ് 3 സാധനങ്ങൾ. പൊന്നും വെള്ളിയും നമുക്കറിയാം, തീയിൽ കൂടി പോയാൽ അതിന് ശോഭ കൂടും. തീയിൽ ഊതി കഴിക്കുമ്പോൾ പൊന്നിനും വെള്ളിക്കും ശോഭ കൂടും. വിലയേറിയ കല്ലിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരത്തില്ല. എന്നാൽ തടി, വൈക്കോൽ, പുല്ല്, ഇത് 3 കത്തിയും. So we can see different things mentioned here. So each one, when it goes through fire, its transformation is different. So gold and silver, when it goes through fire, it shines better. Whereas precious stones, if it goes through fire, there's no change that's happening to the stone. But whereas wood, hay and straw, if it goes through the fire, it will be completely destroyed. സംഭവം ഇതാണ്. ഒരു ദേവദാസൻ അതിനെക്കുറിച്ചൊരു ഉദാഹരണം ഇങ്ങനെയാണ് പറഞ്ഞത്. ഒരു ചർച്ചിലെ പാസ്റ്ററും കർത്താവിന്റെ, അതായത് തീയോടെ ശോധന ചെയ്യപ്പെടുന്ന ആ രംഗത്തിൽ പ്രതിഫലം കൊടുക്കാൻ നിൽക്കുന്ന ആ സ്ഥലത്ത് ബേമ സീറ്റിൽ കർത്താവ് ഇരിക്കുമ്പോൾ ഒരു അഗ്നി നദിയുടെ തീരത്തായിരിക്കും താൻ ഇരിക്കുന്നത്. അക്കരെ നിന്ന് ഈ അഗ്നി നദി കടന്ന് വിശ്വാസികളെല്ലാവരും, രക്ഷിക്കപ്പെട്ടവരെല്ലാവരും തങ്ങളുടെ പ്രതിഫലം മേടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കടന്നു വരിക. അപ്പോൾ ഒരു ചർച്ചിലെ പാസ്റ്ററും ആ ചർച്ചിലെ ഒരു പാവപ്പെട്ട സ്ത്രീയും ഈ അഗ്നിനദിയുടെ കരയിൽ നിൽക്കുക, അക്കരയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. കർത്താവ് വിളിക്കുമ്പോൾ അക്കരയ്ക്ക് പോകാൻ വേണ്ടി. അപ്പൊ ഈ പാസ്റ്ററുടെ തലയിൽ വലിയൊരു ചാക്കുകെട്ടുണ്ട്. ഈ സ്ത്രീയുടെ കയ്യിൽ ഒന്നുമില്ല. അവരുടെ മടിയിൽ ഒരു മുഷിഞ്ഞ പേഴ്സിന്റെ അകത്ത് കുറെ മണ്ണ് മാത്രമേ ഉള്ളൂ. അപ്പം ഈ സ്ത്രീ പാസ്റ്ററെ നോക്കി, ഇദ്ദേഹത്തിന്റെ തലയിൽ വലിയ കട്ടുണ്ട്. അപ്പൊ അക്കരെ ചെല്ലുമ്പോഴത്തേന് ദൈവം ഇത്രയും വലിയ ചാക്കുകെട്ടിന് ഇതിൻ്റെ അകത്ത് എന്തായിരിക്കും, ഇതിന് വലിയ പ്രതിഫലം കിട്ടും. എൻ്റെ കയ്യിലാണെങ്കിൽ ആകപ്പാടെ മടിയിൽ പേഴ്സിന്റെ അകത്തൊരു കുറച്ച് മണ്ണ് മാത്രമേ ഉള്ളൂ, എനിക്ക് എന്നാ കിട്ടാൻ പോകുന്നത്. അങ്ങനെ ഈ സ്ത്രീ ഭാരപ്പെട്ട് നിൽക്കുക. അപ്പോൾ 2 പേരെയും കർത്താവ് അക്കരയ്ക്ക് വിളിച്ചു, അക്കരയ്ക്ക് വരാൻ പറഞ്ഞു. ഈ പാസ്റ്ററുടെ ചാക്കുകെട്ടിലുണ്ടായിരുന്ന മുഴുവൻ പുല്ലും വൈക്കോലും.
അദ്ദേഹം മനുഷ്യർക്ക് കാണാൻ വേണ്ടിയുള്ള പ്രവൃത്തി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആത്മാവിൽ നിന്ന്, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് കർത്താവിന് വേണ്ടിയിട്ട് താൻ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. എല്ലാം ഭൂമിയിലെ പണത്തിന് വേണ്ടിയിട്ടോ മറ്റുള്ളവരുടെ മുമ്പിൽ വിളങ്ങേണ്ടതിന് വേണ്ടിയിട്ടോ തൻ്റെ പ്രശസ്തിക്കും തൻ്റെ ഗുണത്തിനും ഒക്കെ വേണ്ടിയിട്ട് ചെയ്ത പ്രവർത്തികളെല്ലാം പുല്ലും വൈക്കോലുമായിരുന്നു. അത് ഈ അഗ്നിനിധിയിൽ കൂടി കടന്നുപോയപ്പോൾ ഇതങ്ങ് കത്തിപ്പോയി. ഭാഷണക്കാർ ചെന്നപ്പം ഭാഷണം മാത്രമേ ഉള്ളൂ. എന്നാൽ അമ്മച്ചി വീട്ടിൽ ഇരുന്ന് നിരന്തരം ദൈവസഭയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയായിരുന്നു. ഇവർ ഈ തീയിൽ കൂടി അക്കരയിലേക്ക് കടന്നപ്പോൾ ഈ പേഴ്സിലുണ്ടായിരുന്നത് സ്വർണത്തിന്റെ അയിരാണ്, മണ്ണിലെ സ്വർണം അടങ്ങിയിരുന്ന മണ്ണാണ്. ഇത് കത്തി ഈ തീയിൽ കൂടി അക്കര കടന്നപ്പോൾ അവരുടെ മടിയിൽ സ്വർണം മാത്രമേ ഉള്ളൂ പേഴ്സിൽ. ഇതാണ് അവിടെ പ്രതിഫലത്തിന്റെ. അതാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. ഒരുത്തം പണി, നിങ്ങൾ ചെയ്യുന്ന പണി എന്താണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ, ശോധന ചെയ്തു. മണ്ണ് വൈക്കോല് പുല്ല മരമാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. നമ്മൾ ചെയ്യുന്ന പണി ഏതാണെന്ന്. എന്നാൽ ആർക്ക് അവിടെ പറയുന്നത്, അവസാനത്തെ വാക്യം പറയും, താനോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രയും. അപ്പം ആരും അവിടെ നരകത്തിൽ പോകത്തില്ല, പ്രതിഫലം കാണത്തില്ല. പ്രതിഫലത്തിൽ കൂടുതൽ കുറവ് വ്യത്യാസം കാണും. ചിലർക്ക് പ്രതിഫലം കാണത്തില്ല, അക്കരെ വരും. ചിലർ തീയിൽ കൂടെ എന്ന പോലെ അത്ര അക്കരെ വരുന്നു. So there's a pastor who gave an illustration for the same. So let's imagine Jesus Christ is sitting on the throne judging the church, and the church is waiting on the other side of a river. Let's imagine a river. So Jesus is sitting on the other side of the river and the church is on the other side. This river is a river of fire. So each one is waiting for their turn to come through the river of fire. There's one person who is standing on the other side with a huge baggage on his head. And there's other old women that's standing next to this person, having a purse with little pebbles or with little mud in her purse. So she's thinking, oh, this person has got such a huge baggage. What a profit what a reward will he be going to get on the other side? So both has to go through the fire. Once both of them has reached on the other side, the person with the big baggage, all what was inside was hay and straw. It all got burnt in the fire. But the other person, even though it was a little bit, what was left on her purse, that all turned to gold stones or gold mud. What she was doing was she was sitting in the house praying for the church, praying for the believers, whereas the other person was trying to do everything to show others. That got burned in the fire, whereas whatever she did hidden, that was rewarded by God. So that's the same that's going to happen on that Bema seat. God is going to reward us each one according to what we have done on our time in the earth. There's no judgment, or there's no one going to be sent to hell, or no punishment that's going to happen on the Bema seat. നരകത്തിലേക്ക് പോകുന്ന ഭാഗം വേറെയാണ്, അത് പിന്നീട് നമ്മൾ അതിലേക്ക് വരും. ഇവിടെ നമുക്ക് ഈ സംഭവം എങ്ങനെ നടക്കുന്നത്, നമ്മൾ വചനം നോക്കുമ്പോൾ എന്താ പറഞ്ഞല്ലോ, വചനത്തിൽ അടുക്കടുക്കായിട്ടല്ല എഴുതിയിരിക്കുന്നത്. ഇതെങ്ങനെ നടക്കുന്നത്, എപ്പോഴാണ് നടക്കുന്നത്? അത് എഴുതിയിരിക്കുന്നത് തെസലോനിക്ക ലേഖനത്തിൽ. കർത്താവിന്റെ ഈ ബേമ സീറ്റ് അല്ലെങ്കിൽ തന്റെ ന്യായാസനം വെക്കുന്നത് എപ്പോഴാണ് എന്നും എങ്ങനെയാണ് എന്നും എഴുതിയിരിക്കുന്നത് തെസലോനിക്ക ലേഖനത്തിലാണ്. So the mention about the judgment seat of God, it's mentioned in Thessalonians. So we have to study in order to understand more deeper. നമുക്ക് സമയം നിർത്തണമെങ്കിൽ നമുക്ക് നിർത്തിയിട്ട് അടുത്ത ദിവസം ബാക്കി തുടരും. First Thessalonians chapter 4 verse 16-17. First Thessalonians verse 4 16-17. ഇപ്പോൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ആയിരിക്കും. 1 Thessalonians 4 verse 16. For the Lord himself will descend from heaven with a shout, with the voice of an archangel, and with the trumpet of God. And the dead in Christ will rise first. Then those who are alive and remain shall also be caught up together with them in the clouds to meet the Lord in air. And thus we shall always be with the Lord. ഈ സംഭവമാണ്, ഈ സമയത്താണ് കർത്താവ് തന്റെ ന്യായാസനം വെക്കാനായിട്ട് എഴുന്നള്ളി വരുന്ന സംഭവമാണ് ഈ ഫസ്റ്റ് തെസലോനിയൻസിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നാം കണ്ടു 3 സ്വരങ്ങൾ കർത്താവ് സ്വർഗത്തിൽ നിന്നും തന്റെ സഭയെ ചേർക്കാനായിട്ട്. ഈ സംഭവം നടക്കുന്നത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന് ശേഷം ഈ 16-ാം അധ്യായത്തിനിടയ്ക്കുള്ള സമയത്താണ്.
ആ സമയത്ത് കർത്താവ്, അതുകൊണ്ടാണ് വെളിപ്പാടിനോട് ബന്ധത്തിൽ തന്നെ നാം ഇത് പഠിക്കുന്നത്. ആ സമയത്ത് കർത്താവ് തൻ്റെ സഭയെ ചേർക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയും സഭയെ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യുന്ന സംഭവമാണ് ഇത്. ഈ സമയത്ത് 3 സ്വരങ്ങൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും So at this time, Lord Jesus Christ is coming down from heaven to take up the church. So that time Jesus is coming with 3 main sounds. So we can see it in chapter verse 16 with the trumpet. So the 3 sounds are the Lord himself will descend from heaven with a shout, with the voice of an archangel, and with the trumpet of God. These are the 3 voices we will hear during that time. ഒന്ന് കർത്താവിന്റെ ഈ 3 സ്വരങ്ങൾക്കും 3 ഉദ്ദേശമുണ്ട്. വചനത്തിൽ ഒരു കാര്യവും വെറുതെ എഴുതിയിരിക്കുന്നതല്ല. 3 സ്വരങ്ങൾക്കും 3 ഉദ്ദേശമാണ്. കർത്താവിന്റെ ഗംഭീരനാദം എന്തിനാണ് എന്ന് ചോദിച്ചാൽ, രക്ഷിക്കപ്പെട്ട് ജീവനോടെ ഉള്ളവരുടെ തേജസ്കരണത്തിനും മരിച്ച വിശുദ്ധന്മാർ ശരീരം പ്രാപിച്ചവരുടെ തേജസ്കരണത്തിനുമായിട്ടാണ് കർത്താവിന്റെ ഗംഭീരനാദം മുഴങ്ങുന്നത്. കാരണം താൻ മാത്രമാണ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത്. മരിച്ചു ഉയർത്തെഴുന്നേറ്റ കർത്താവിന് മാത്രമാണ് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അധികാരമുള്ളത്. അതുകൊണ്ട് കർത്താവിന്റെ ഗംഭീരനാദം മുഴങ്ങുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും, അപ്പൊ കർത്താവിന്റെ ഗംഭീരനാദം മുഴങ്ങുന്നത് രക്ഷിക്കപ്പെട്ട ജീവനോടെ, എല്ലാവരുടെയും അല്ല, രക്ഷിക്കപ്പെട്ട ജീവനോടെ ശേഷിക്കുന്നവരുടെ തേജസ്കരണത്തിനും മരിച്ച വിശുദ്ധന്മാർ ശരീരം പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നതിനുമായിട്ട്. So the first sound is the shout of the Lord. This shout of the Lord is for the glorification of those who are born again and who still remain on the earth, and for the glorification of those who are dead, so that they will receive a body and we all together will ascend into heaven. So that is the purpose of the first sound. രണ്ടാമത്തെ ദൈവത്തിന്റെ കാഹളം എന്ന് പറയുന്ന സങ്കീർത്തനം സാംസ് 92-ൽ നമുക്ക് വായിക്കുന്നുണ്ട്. മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവിൻ. അത് പിതാവായ ദൈവത്തിന്റെ സ്വരമാണ്. അതായത് ഈ തേജസ്കരിക്കപ്പെട്ടവരെ കൂടെ കയറി വരിക. കർത്താവ് ചെയ്യുന്ന കർത്താവിന്റെ സ്വരത്തിൽ ഇതെല്ലാം ഒറ്റ ഞൊടിയിടയ്ക്കൽ നടക്കുന്ന കാര്യമാണ്. അതായത് കർത്താവിന്റെ ഗംഭീരനാദം മുഴങ്ങുമ്പോൾ അതുവരെ മരിച്ച, എവിടെയൊക്കെ മരിച്ചോ, ചിലർ കടലിൽ മരിച്ചു പോയവരുണ്ട്, മരിച്ചിട്ട് കടലിൽ അവരുടെ ശരീരം ലയിച്ചു പോയതുണ്ട്, മറ്റുള്ളവരെ അടക്കിയിട്ട് മണ്ണിൽ ലയിച്ചു പോയവരുണ്ട്, ചിലരെ കടുവ തിന്നുപോയവരുണ്ട്, ചിലരുടെ തല വെട്ടിക്കളഞ്ഞവരുണ്ട്, പലയിടത്ത് അടക്കപ്പെട്ടവരുണ്ട്. എവിടെ ആയിരുന്നാലും അവർ ഈ മണ്ണിൽ ശേഷിക്കുന്നുണ്ട് അവരുടെ ശരീരം. ആ ശരീരം കർത്താവിന്റെ ഗംഭീരനാദം മുഴങ്ങുമ്പോൾ ഇതെവിടെ കിടക്കുന്നുവോ അവിടെ ആ ശരീരം വീണ്ടും രൂപാന്തരം പ്രാപിച്ച് അവർ അതേ ശരീരത്തിൽ ഉയർത്തെഴുന്നേൽക്കും. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും അതേ സമയം തന്നെ ജീവനോടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ടവരുടെ തേജസ്കരണവും നടക്കുന്നതാണ്. ആദ്യത്തെ സ്വരത്തിൽ കർത്താവിന്റെ ഗംഭീരനാദത്തിൽ ദൈവത്തിന്റെ കാഹളത്തുങ്കൽ ഇങ്ങനെ തേജസ്കരിക്കപ്പെട്ടവരെല്ലാവരും കർത്താവിനെ എതിരേൽപ്പാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനാണ് രണ്ടാമത്തെ സ്വരം. The second voice is, in the first voice, all our bodies will be glorified. In the second voice, it's a voice from the Father God. So that time, everyone who will be dead and who are living on the earth at that time will be taken up to the heaven. So that is the purpose of the second voice. മൂന്നാമത്തെ സ്വരം പ്രധാന ദൂതന്റെ ശബ്ദം എന്ന് പറയുന്നത്, പ്രധാന ദൂതൻ നമുക്കറിയാം മീഖായേലാണ്. മീഖായേൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൈന്യങ്ങളുടെ നേതാവാണ്, സൈന്യത്തിന്റെ തലവനാണ്. ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന യുദ്ധസേനയുടെ തലവനാണ് മീഖായേൽ എന്ന് പറയുന്നത്. അപ്പോൾ മീഖായേൽ പ്രധാന ദൂതന്റെ ശബ്ദം മുഴങ്ങുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങൾക്ക്. ഒന്ന്, ഈ മരിച്ചടക്കപ്പെട്ട വിശുദ്ധന്മാരുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കരുത്. നമുക്കറിയാം മോശയുടെ ശരീരത്തിനെതിരെ സാത്താൻ തർക്കിച്ചു വാദിച്ചതാണ്. അവിടെ മിഖായേലാണ് ഇറങ്ങി വന്നിട്ട് മോശയുടെ ശവം അടക്കുന്ന സമയത്ത് സാത്താൻ പറഞ്ഞത് എനിക്കുള്ളതാ, കാരണം ഇവൻ കൊലപാതകമൊക്കെ നടത്തിയിട്ടുള്ളവനാ, അതുകൊണ്ട് ഈ ശരീരം നിനക്കടക്കാൻ പറ്റത്തില്ല, ഞാൻ അടക്കേണ്ടത് എൻ്റെ വകയാന്ന് വാദിച്ചപ്പോൾ നമ്മൾ യൂദാലേഖനത്തിൽ അത് കാണുന്നുണ്ട്. പ്രധാന ദൂതനായ മീഖായേലാണ് ഇറങ്ങി വന്നിട്ട് അവനെ എതിർത്ത് തോപ്പിച്ചിട്ട് മോശയുടെ ശരീരം അടക്കുന്ന മീഖായേല. അപ്പോൾ മീഖായേലിന്റെ ചുമതല എന്ന് പറയുന്നത് നമ്മുടെ സംരക്ഷണമാണ് ഒന്ന്. അതോടൊപ്പം തന്നെ കർത്താവിന്റെ ഈ സ്വരം മുഴങ്ങുമ്പോൾ എവിടെയെല്ലാം അടക്കപ്പെട്ട് മരിച്ച ശരീരങ്ങൾ കിടപ്പുണ്ടോ ഇതൊക്കെ ഉയർത്തെഴുന്നേൽക്കുന്നതിന് വിരോധമായിട്ട് സാത്താൻ അവന്റെ സകല ശക്തിയും പ്രയോഗിച്ച് യുദ്ധം ചെയ്യും. അപ്പോൾ അതിനെതിരെ യുദ്ധം ചെയ്യേണ്ടതിനായിട്ടാണ് യുദ്ധകാഹളമാണ് മിഖായേലിന്റെ പ്രധാന ദൂതന്റെ ശബ്ദം എന്ന് പറയുന്നത്. യുദ്ധകാഹളമാണ്.
ഈ ഉയർത്തെഴുന്നേൽപ്പിന്, ശരീരങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെതിരെ വാദിക്കുന്ന സകല പൈശാചിക പോരാട്ടങ്ങളെ വെട്ടിക്കളയുക എന്നുള്ളതാണ് പ്രധാന ദൂതന്റെ ശബ്ദത്തിന്റെ ഉദ്ദേശം. രണ്ടാമത്തെ ഉദ്ദേശം, നമ്മൾ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുമ്പോൾ അതിനെയും തടയും. അവൻ ആകാശമണ്ഡലങ്ങളിലെ അധിപതിയായി പോകണം. അപ്പൊ നമ്മുടെ ശരീരം ഈ മേഘമണ്ഡലങ്ങൾ കൂടെ പോകുന്നതിന്, തേജസ്കരിക്കപ്പെട്ട ശരീരങ്ങൾ മേഘമണ്ഡലങ്ങളിലേക്ക് എടുക്കപ്പെടുന്നതിനെതിരെയും പിശാച് വാദിക്കും. അപ്പോൾ അവനെയും അങ്ങനെ ആകാശമണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന സൈന്യങ്ങളെ വെട്ടി നമുക്ക് കടന്നു പോകേണ്ടുള്ള വഴിയൊരുക്കുക എന്നുള്ളതാണ് പ്രധാന ദൂതന്റെ ശബ്ദത്തിന്റെ ഉദ്ദേശം. So the third voice, in the first voice there's glorification and ascension happening. The third voice is the voice of the trumpet of the archangel. We know that archangel is a fighting angel. It's Michael is the head of the Michael is the head, and Michael always fights for us. So when the trumpet of the archangel is blown, it is a voice, or it is a voice of a fighting or a fight. Why should there be a fight happening at that time? We have an enemy called Satan, who is always trying to blame us, or who is trying to prevent us from being resurrected, from us being ascended through the clouds. So at that time, when, as we have read in, we know about Moses, when at that time when Moses had when there was a fight between the enemy Satan and for the body of Moses, archangel came down to fight. The same way, to prevent us from being resurrected and from us being taken to the clouds, when the enemy is trying to prevent this one, the archangel Michael blows up the trumpet, so the angels will fight for us and we will be resurrected and taken up through the clouds. സംഭവം ഇങ്ങനെയാണ്. കർത്താവുതാൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കർത്താവുതാൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ ദൈവത്തിന്റെ കാഹളത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരും. അപ്പൊ ഈ സംഭവം നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സ്വർഗമല്ല, ഭൂമിയുമല്ല. കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരും തന്റെ മണവാട്ടിയെ സ്വീകരിക്കാൻ. നാം ഇവിടെ നിന്ന് മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും. അപ്പോൾ സ്വർഗത്തിലുമല്ല ഭൂമിയിലുമല്ല ഈ സ്ഥലം നടക്കാൻ പോകുന്ന, ഈ ബീമാ സീറ്റ് വെക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലുമല്ല, അത് മധ്യാകാശത്തിലാണ്. അവിടെയാണ് കുഞ്ഞാട് കർത്താവായ യേശു ക്രിസ്തു നമ്മെ യഹൂദന്റെ കല്യാണം അങ്ങനെയാണ്. യഹൂദന്റെ കല്യാണത്തിന്റെ പാരമ്പര്യം എങ്ങനെയാന്ന് ചോദിച്ചാൽ, അത് കല്യാണം നടക്കുന്നത്, അത് ഐസക്കിന്റെ മലയാളം എന്താ? ഇസ്ഹാക്കിന്റെ കല്യാണം നോക്കിയാൽ അറിയാം. ഇസ്ഹാക്ക് റിബേക്കായെ കാണാനായിട്ട് വരുമ്പോൾ, റിബേക്കായെ ആദ്യം കാണുമ്പോൾ, റിബേക്ക വരുമ്പോൾ ഇസ്ഹാക്ക് വയലിൽ നിന്നാണ് റിബേക്കായെ കാണുന്നത്. അബ്രഹാമിന്റെ വീട്ടിൽ വെച്ചല്ല ആദ്യം റിബേക്കായെ കാണുന്നത്, റിബേക്കായെ വയലിൽ വെച്ചാണ് കാണുന്നത്. എപ്പോഴും യഹൂദന്റെ കല്യാണം എന്ന് പറയുന്നത് വധുവിന്റെ വീട്ടുകാര് വധുവിനെയും കൂട്ടിക്കൊണ്ട് വരന്റെ വീട്ടിലേക്ക് വരുമ്പോൾ വരന്റെ വീട്ടുകാര് വരന്റെ സംഘവുമായിട്ട് അങ്ങോട്ട് കടന്നു ചെന്നിട്ട് നടുക്ക് വെച്ച്, ഏകദേശം നടുഭാവം അല്ലെങ്കിൽ വഴിയിൽ വെച്ച് വരൻ വധുവിനെ എതിരേറ്റ് സ്വീകരിക്കുന്നതാണ് അവരുടെ പാരമ്പര്യം. ആ പാരമ്പര്യം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു തന്റെ മണവാട്ടിയെ സ്വീകരിക്കാൻ സ്വർഗത്തിൽ നിറങ്ങി വരികയും മണവാട്ടി മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്ത് നടുക്ക് വെച്ച് നടക്കുന്ന സംഭവമായതുകൊണ്ട് അതിന്റെ ഒരു നിഴലാണ് യഹൂദന്റെ കല്യാണം. So at that time, it's going to be happening in the mid-air. It's not going to happen in heaven or not on earth. So Jesus Christ will come to the mid-air and we will be taken up in the mid-air from earth as well. So the judgment seat is going to be, or the judgment is going to be, or the bema seat is going to be placed in the mid-air. So when we look to the tradition of Jews, we can see that for the marriage, the bride will come from her home halfway through, and the bridegroom will also come to take the bride halfway through. So the marriage is happening halfway between. So that is the same thing that's going to happen during our rapture as well. So the Jesus will come down from heaven and we will be taken up to the mid-air, and we will meet in the mid-air, and the bema seat will be placed there. അതാണ് സംഭവം. ഇനി അതിനെക്കുറിച്ചുള്ള വിശദമായുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ചയിൽ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇതാണ് ആദ്യം വെക്കാൻ പോകുന്ന സിംഹാസനം. ഇതാണ് കർത്താവിന്റെ ന്യായാസനം. അത് വെളിപ്പാട് പുസ്തകത്തിന്റെ 4-ാം അധ്യായത്തിന് ശേഷം നടക്കുന്ന സംഭവമാണ്. അത് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അതിനുശേഷമാണ് 4-ാം അധ്യായത്തിലെ വെളിപ്പാട് പുസ്തകത്തിലെ ബാക്കി സംഭവങ്ങൾ ഈ ഭൂമിയിൽ നടക്കുമ്പോൾ, അല്ലെങ്കിൽ മഹോപദ്രവം ഈ ഭൂമിയിൽ നടക്കുമ്പോൾ
സഭയാകുന്ന നമ്മൾക്ക് മധുവിധ കാലം, മണവാട്ടി മണവാളിനും കൂടെ മധുവിധ കാലവും മധ്യാകാശത്തിൽ മധുവിധ കാലവും അതോടൊപ്പം തന്നെ പ്രതിഫലം വീതിക്കുന്ന സഭയും നമ്മുടെ പ്രത്യാശയുടെ, നാം കാത്തിരിക്കുന്ന മഹാപ്രത്യാശയുടെ നിറവേറൽ നടക്കുന്ന സമയമാണ് ഈ ബീമ സീറ്റ് അല്ലെങ്കിൽ തൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നടക്കാൻ പോകുന്നത്. അതിനുശേഷമുള്ള സംഭവങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. So the present time when a tribulation is happening on the earth, we will be in the mid-air, we will be enjoying our time with Lord Jesus Christ, receiving our rewards. So that is the hope of our glory. So that's going to happen during the tribulation period on earth. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പം നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യത്തിന് ഞാൻ ഉത്തരവാദിയായിരിക്കണം. എന്തെങ്കിലും കാര്യങ്ങൾ ഒരു പുൾപിറ്റ് നിന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചുമ്മാ വിളിച്ചു പറഞ്ഞിട്ട് പോകുക എന്നുള്ളതല്ല. ഞാൻ പറയുന്ന കാര്യത്തിന് എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. എന്തെങ്കിലും സംശയങ്ങൾ ഈ വിഷയങ്ങളെ കുറിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ചോദിക്കാം. ഞാൻ പ്രാർത്ഥിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് എൻ്റെ മറുപടി, എല്ലാ കാര്യങ്ങൾ, മനുഷ്യൻ്റെ എല്ലാ ചോദ്യത്തിനും ബൈബിളിൽ മറുപടിയില്ല. പുസ്തകത്തിൽ മറുപടിയുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് സംശയങ്ങൾ എന്തുണ്ടെങ്കിലും നമുക്ക് എഴുതി വെക്കാം. അതിനെ നമുക്ക് ഒരു സെഷൻ വേണേൽ മാറ്റി വെക്കാം. ആദ്യം നമ്മുടെ ഈ പഠനം മുന്നോട്ട് പോകട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ മധ്യാകാശത്തെ നിൽക്കുകയാണ്. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച ദൈവകൃപയിൽ ശരണപ്പെടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സമയം തന്ന പാസ്റ്ററോടും പാസ്റ്റർമാർ രണ്ടുപേരോടും എന്നെ കേട്ടിരുന്ന ദൈവസഭയോടും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസഭയിൽ. Thank you very much, Pastor. Thank you. Behold, he comes, riding on the clouds, shining like the sun. At the trumpet's call, lift your voice, the air of jubilee. Out of Zion's